പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ നാൾ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി ടിജി കോശിയാണ്. കർത്താവിൻ്റെ ദാസിയെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസി ടിജി കോശി. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കർത്താവിൻ്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു മാസ്റ്ററെ. ഓക്കെ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? KSA സൗദി അറേബ്യയിൽ റിയാദിൽ നിന്ന്. ഓക്കെ ഓക്കെ. അവിടെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട്? നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്. ഇവിടെ ഒരു മോള് നാട്ടിലാണ്. ഓ ശരി. നിങ്ങൾ കുടുംബമായിട്ട് പാർത്തുകൊണ്ട് അവിടെ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു? ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ ശുശ്രൂഷയിലും ആണ്. ഓക്കെ ഓക്കെ. ആകട്ടെ, പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, കേരളത്തിൽ എവിടെയാണ് സ്വന്തം സ്ഥലം? മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഒരു വാക്കിൽ പറയാമോ? പാസ്റ്ററെ, ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് ആറാട്ടുപുഴ, പുത്തൻകാവ് ആറാട്ടുപുഴയിലാണ്. മാതാപിതാക്കളും ഒരു സഹോദരനുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവര് ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതിപ്പോ എന്റെ ഇപ്പൊ വീടെന്ന് പറയുന്നത്, എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചത് റാന്നി വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾക്കൊരു ഭവനമുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നു KSAയില്. ഓക്കെ. എത്ര വർഷമായിട്ട് ഇപ്പോൾ സൗദിയില് പോയിട്ട്? 15 വർഷമായി. ഓക്കെ 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 ഓക്കെ. ആകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ ദൈവത്തിന്റെ അനുഭവം, ദൈവം നടത്തിയ നാൾ വഴികളിലൂടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസി ടിജി കോശി തുടർന്ന് നമ്മോട് സംസാരിപ്പാൻ തക്കോടെയായിത്തീരും. തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് സംസാരിക്കാം. സ്തോത്രം. ഇങ്ങനെയൊരു അവസരം തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആറാട്ടുപുഴയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി. ആത്മീക ചുറ്റുപാടിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എങ്കിൽ തന്നെയും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ കൊണ്ടുവന്ന വഴികൾ ഒരുപാടാണ്. സ്തോത്രം. എന്നാൽ വിശ്വാസ ജീവിതത്തിലേക്ക് എൻ്റെ മാതാപിതാക്കളോ സഹോദരനോ വന്നിട്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ആത്മീയ മാതാപിതാക്കൾ ജനിച്ചു വളർത്തപ്പെട്ടു. വചനം നന്നായി പഠിക്കുവാൻ തക്കവണ്ണം ഇവാഞ്ചലിക്കൽ സഭയിലായിരുന്നു ആദ്യം എൻ്റെ തുടക്കം. അവിടെ നിന്ന് നന്നായിട്ട് വചനം അഭ്യസിച്ചാണ് വന്നത്. മാതാപിതാക്കളും ആ ഒരു രീതിയിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. അവിടുന്ന് എൻ്റെ ദൈവകൃപയാല് അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലൊക്കെയും എന്നെ അനുഗ്രഹമായിട്ട് കർത്താവ് നടത്തി. അങ്ങനെ വന്ന് ഞാൻ നഴ്സിംഗ് പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു ചെന്ന് അവിടെ ആദ്യത്തെ ദിവസം കടന്നു ചെന്നപ്പോ അവിടെ അന്ന് കോന്നിയിൽ ഉണ്ടായിരുന്നതായ ഒരു ദൈവദാസന്റെ മകളും അങ്ങനെ 2 ദൈവദാസന്മാരുടെ മക്കൾ അവിടെ അന്ന് ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ നടന്നതായ ഒരു പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുവാനിടയായി. അതിലെ ഒരാളാണ് ആസാദി ചാനലിലുണ്ട് പിന്നി പാസ്റ്ററിന്റെ വൈഫായ പ്രിയ സാൻഡി ചേച്ചി. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയിൽ പെട്ടെന്ന് മാതാപിതാക്കളെ വിട്ടുപോയ ആ ഒരു വലിയ ദുഃഖം, ആ ഒരു ആദ്യത്തെ ആ ഹോം സിക്ക് ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയപ്പോ പ്രാർത്ഥനയിൽ അങ്ങനെ ചെന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോ അവിടുന്ന് നിലനിൽക്കാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. നേരത്തെ തന്നെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു, ക്യാമ്പിൽ ചെന്ന് രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ ബാക്കി അവിടം കൊണ്ട് ആ ഒരു വേദപുസ്തകം നന്നായിട്ട് പഠിച്ചു വന്നു. വേദപുസ്തകം നന്നായി പഠിച്ചെന്ന് പറയാൻ അങ്ങനെയല്ല, അത്യാവശ്യം ബൈബിൾ ക്വിസിലും ഒക്കെ പങ്കെടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു.
ശിശുസ്നാനം എന്ന് പറയുന്ന ബുക്ക് കാണാതെ പഠിച്ച് ഞാനിങ്ങനെ പെന്തക്കോസ്തിൽ നിന്ന് വരുന്ന ദൈവദാസന്മാരോടൊക്കെ വാദിക്കുന്ന ഒരു സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് എന്റെ മമ്മിയുടെ ചേട്ടത്തി പെന്തക്കോസ്തിലായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും തന്നെ ആ ഒരു അനുഭവത്തിലല്ലായിരുന്നു. അപ്പോ പലപ്പോഴും മമ്മിയുടെ വീട്ടില് എല്ലാ വെക്കേഷനും 2 മാസം മമ്മിയുടെ വീട്ടിലായിരിക്കും. അപ്പൊ മമ്മിയുടെ വീട്ടിൽ കടന്നു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മാമ്മ പ്രാർത്ഥനയും കാര്യങ്ങളും പാസ്റ്റേഴ്സിനെ ഒക്കെ പരിചയപ്പെടുമ്പോൾ എന്നോട് പലരും ഈ ആത്മാവിൽ അങ്ങനെ പ്രവചിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ശുശ്രൂഷ തലത്തിലേക്ക് വരും. അപ്പം അനുഭവത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തർക്കിക്കുന്ന ഒരാളായിരുന്നു. അത് സത്യമല്ല. ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ പ്രമാണിക്കുവാൻ ശ്രമിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് നഴ്സിംഗ് അവിടെ ചെന്നപ്പോ ഈ ചേച്ചിമാരുടെ കൂടെയുള്ള ഈ പ്രയർ ഗ്രൂപ്പിൽ ഞാൻ പങ്കെടുക്കുവാനിടയായി. അങ്ങനെ പങ്കെടുത്ത ദൈവത്തിന്റെ ആ ഒരു ഒറ്റപ്പെടൽ, മാതാപിതാക്കളിൽ നിന്നും സഹോദരിൽ നിന്നും മാറി നിന്നായ ആ ഒരു അനുഭവത്തിൽ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ കടന്നു വരുവാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ ദൈവത്തോട് അടുത്തു. ദൈവവചനം വായിക്കുവാനായിട്ട് ശ്രമിച്ചു, ഉപവസിക്കുവാൻ തുടങ്ങി. ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെ, 12 മണിയാകുമ്പോൾ ആഹാരം കഴിക്കുന്ന, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ഉപവാസം എന്താണെന്നോ അത് ദൈവത്തോട് ചേർന്നിരിക്കുകയാണോ ഇങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിമാർ 3 ദിവസമൊക്കെ ഉപവസിക്കുന്ന കണ്ടപ്പോൾ എനിക്കും തോന്നി ഉപവസിക്കണം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉപവസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വർഷം ഡിസംബർ മാസം 25-ാം തീയതി ഒരു ഔട്ടിങ്, അവിടെ ഒരു ദേവദാസൻ കടന്നു വന്നിട്ടുണ്ട്. സാബുച്ചായൻ, ഞങ്ങൾ സാബുച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പം സാബുച്ചായൻ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയിൽ പോകാനിടയായി. അങ്ങനെ സാബുച്ചായൻ ഒരു ഔട്ടിങ് വെച്ചു ഡിസംബർ 25-ാം തീയതി വെളിയിൽ പോകാനായിട്ട്. അങ്ങനെ അവിടെ നല്ല ആരാധന, ആത്മാവില് അന്യഭാഷയിലൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നു. അപ്പം അതിനു മുമ്പേ മമ്മിയുടെ ചേട്ടത്തിയുടെ കൂടെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒരു അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ നോക്കിയിരുന്ന് ചിരിക്കും. കാരണം ഇവരെന്തോ പറയുന്നതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി ചിരിക്കുമായിരുന്നു, ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. അപ്പോ അവിടെ ചെന്ന് അവിടെ അന്ന് കടന്നു വന്ന ദൈവദാസൻ ഇങ്ങനെ ചോദിച്ചു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ അമ്മാമ്മയൊക്കെ എന്റെ മമ്മിയുടെ ചേച്ചിയൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സത്യമാണെങ്കിൽ അത് എന്നിലേക്ക് പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു വേറൊരു തലത്തിലേക്ക്, ഞാൻ അവിടെ ആയിരിക്കുന്ന അതിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് പോലെ, അതായത് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതായ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. അങ്ങനെ ഞാനിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഞാൻ ഭൂമിയിൽ നിൽക്കുന്നു, എന്റെ കാല് ചവിട്ടി ഞാൻ തറയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ വേറെ ഏതോ ഒരു അവസ്ഥയിലായതുപോലെ എനിക്ക് തോന്നുകയും ഞാൻ 2-3 വാക്കുകൾ അവിടെ ഉച്ചരിക്കുവാനിടയായി. അപ്പോ അതിൽ നിന്ന് ഞാൻ മടങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അന്യഭാഷയാൽ നിറയപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഞാനിപ്പോ സ്നാനപ്പെട്ടിട്ടില്ല, അന്ന് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. അപ്പൊ ഞാന് സ്നാനം സത്യമാണെങ്കിൽ കർത്താവെ ആ ഒരു രീതിയിലേക്ക് എന്നെ നടത്തണമേ എന്ന് ഞാൻ ദിവസേന പ്രാർത്ഥിച്ചുകൊണ്ട്. പക്ഷേ എന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, എന്റെ പിതാവ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോ അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഞങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ജനിച്ചു വളർത്തപ്പെടും. ഞങ്ങളെ 2 മക്കളെയും ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോ എന്റെ പപ്പ ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ആ ഒരു ഇതിനോട്, ആ ഒരു സമൂഹത്തോട് വളരെ വിരക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. യാതൊരു വിധത്തിലും അംഗീകരിക്കത്തില്ല. പ്രത്യേകിച്ച് ആഭരണമൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതായ കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ എനിക്കൊരിക്കലും സ്നാനപ്പെടണമെന്ന് എന്റെ പപ്പയോടോ എന്റെ മമ്മിയോടോ ചെന്ന് പറയാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. മമ്മി പിന്നെയും കുറച്ചും കൂടെ ആത്മീയ കാര്യങ്ങൾ ഇങ്ങനെ പെന്തക്കോസ്ത് നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പപ്പ നേരെ തിരിച്ചായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തില് എനിക്ക് വീട്ടില് അത് പറയുവാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നഴ്സിംഗ് പഠനം അനുഗ്രഹമായിട്ട് പൂർത്തീകരിക്കപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വിവാഹാലോചനകൾ കടന്നു വരുവാനിടയായി. വിവാഹാലോചനകൾ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ഒരു 21 വയസ്സ് എന്ന് പറയുമ്പോൾ
എന്താ മാതാപിതാക്കൾ പറയുന്നതിനപ്പുറമായിട്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല. എന്തോ അവര് പറയുന്നു അത് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുന്നതായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയാണ് വളർത്തുവിട്ടത്. പിന്നെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും. അപ്പൊ ആ ഒരു രീതിയിൽ വളർന്നു വന്നതായ എന്റെ ജീവിതത്തില് അപ്പോ ഞാനൊരു 6 മാസത്തേക്ക് എന്റെ പപ്പയുടെ പെങ്ങളുടെ കൂടെ ഡൽഹി പട്ടണത്തിലേക്ക് കടന്നു പോകാനിടയായി. അവിടെ ഞാൻ 6 മാസം ത്തോളം ജോലി ചെയ്തു. ജോലി ചെയ്ത സമയത്തേക്കും എനിക്ക് ഒരു വിവാഹം കർത്താവ് ഒരുക്കി. അപ്പൊ അതിനു മുമ്പ് ഞാൻ ദൈവസന്നിധിയിൽ എഴുതി വെച്ച 5 കാര്യങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ ഈ ഒരു വിശ്വാസത്തിൽ വന്നത് ആർക്കും അറിയത്തില്ല. ഞാന് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിട്ടൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാന് ഇങ്ങനെ പലരിലൂടെ അനുഭവത്തിലൂടെ കേട്ടിട്ടുണ്ട്, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നു. അങ്ങനെ ഞാൻ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയെ എനിക്ക് തരണം. യേശുവിനെ എന്ന് വെച്ചാൽ എല്ലാവരും എന്ന് വെച്ചാൽ ക്രിസ്തീയ സമൂഹം മുഴുവൻ യേശുവിനെ അറിയുന്നത്. പക്ഷേ യഥാർത്ഥമായി യേശു രക്ഷിതാവ് ആരാണെന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്താണെന്നും സ്നാനം സത്യമാണെന്നും അങ്ങനെ ഒരു ആത്മീക തലത്തിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എനിക്ക് ദാനമായിട്ട് തരണമെന്നും അതേപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള ഒരാളായിരിക്കണമെന്നും തന്റെ ജീവിതത്തിൽ കൂടെയും തനിക്ക് ലഭിക്കുന്ന ഭൗതിക നന്മയിൽ കൂടെയും ദശാംശവും അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് എനിക്ക് ദാനമായിട്ട് തരണമെന്ന് ഞാൻ എഴുതി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോ എനിക്ക് ഈ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വിവാഹാലോചന വരുമ്പോ ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ട് ആണ്. അദ്ദേഹത്തിന്റെ വീട്ടില് അച്ഛന്മാര്, തിരുമേനിമാര്, ഉപദേശിമാര്, അങ്ങനെ ആ ഒരു പാരമ്പര്യത്തിൽ വളരെ ആത്മീക പക്വതയുള്ള ഒരു കുടുംബമാണ്. വളരെ അങ്ങനെ നിൽക്കുന്നതായ ഒരു കുടുംബത്തിൽ നിന്നാണ് എനിക്ക് വിവാഹാലോചന വന്നത്. അപ്പോ അച്ഛൻ തന്നെ, അദ്ദേഹത്തിന്റെ കസിൻ ചേട്ടൻ അച്ഛൻ തന്നെയാണ് വിവാഹാലോചനയുമായിട്ട് ആദ്യമായിട്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോ പറഞ്ഞപ്പോ ഒരുപാട് അച്ഛന്മാർ ആ കുടുംബത്തിലുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമൊന്ന്, പക്ഷെ ഇപ്പോൾ ഇവർ ഞാൻ ഡൽഹിയിലാണ് ആ സമയത്ത്. എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ എന്റെ മാതാപിതാക്കൾ വിവാഹം ഉറപ്പിച്ചു. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ, ഞാൻ എന്റെ ഹസ്ബൻഡിനെ കാണുന്നതിന് മുമ്പ് തന്നെ, ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നതിന് മുമ്പ് തന്നെ ഒരു വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് എന്നെ നാട്ടിലേക്ക് പപ്പ വിളിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് അപ്പം ഇദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോ പെണ്ണിനും ചെറുക്കനും തമ്മിൽ സംസാരിക്കുവാനായിട്ട് ഒരല്പസമയം തരുമല്ലോ. ആ സമയത്ത് ഞങ്ങള് സംസാരിച്ചപ്പം എനിക്ക് ചോദിക്കുവാനായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നത് യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ യേശു എന്റെ രക്ഷിതാവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. സ്നാനത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ അതേ സമയം തന്നെ എന്റെ പ്രിയപ്പെട്ടവനും സൗദി അറേബ്യയിൽ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹവും കർത്താവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായി. അദ്ദേഹം ഈ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്നാനവും സത്യമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു തുണയെ തനിക്ക് ലഭിക്കണമെന്ന് താനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ താനും ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. പ്രൈസ് ലോർഡ്. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. അപ്പോ 2 ധ്രുവത്തിലായിരുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഒന്നായപ്പോ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ മർത്തോമ ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളെ കൂട്ടിച്ചേർത്തു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ 21ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം കഴിഞ്ഞു. ഞാനും എന്റെ പ്രിയപ്പെട്ടവനും തമ്മിൽ ആദ്യത്തെ ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചത് യഥാർത്ഥ സത്യത്തിൽ നിൽക്കുവാൻ ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ ഞങ്ങളുടെ വിവാഹം നടന്നത് പുതുശ്ശേരിമല ബദേൽ മാർത്തോമ ചർച്ചിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ് വിവാഹം നടത്തിയത്. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ അപ്പോ അദ്ദേഹം സൗദി അറേബ്യയിലാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾ എവിടെ ആയിരുന്നാലും ഒരുമിച്ചായിരിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചു വരുവാനുള്ള സമയമായി. പക്ഷെ തിരിച്ചു വരുന്ന സമയമായപ്പോ ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തു ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുകൊണ്ട്. അദ്ദേഹം നേരത്തെ ഡൽഹിയിലാണ് ജോലി ചെയ്തത്. അപ്പോ അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ വന്നപ്പോ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൂട്ടായ്മ ദൈവകൃപയെ ലഭിച്ചു. എന്റെ വല്യമ്മച്ചി, പപ്പയുടെ അമ്മച്ചിയുടെ കസിൻ, ഒരു അമ്മച്ചിയുടെ ആങ്ങളയുടെ കൊച്ചുമകനായിട്ട് വരുന്ന ഒരു ദൈവദാസന്റെ ഭവനത്തിലേക്കാണ് ഞങ്ങൾ ചെല്ലുവാനിടയായത്. അപ്പൊ അവിടെ ചെന്ന് അവിടെയും അമ്മ സ്തോത്രം, ഞാൻ എന്താഗ്രഹിച്ചു അതുപോലെയുള്ളതായ ഒരു ആത്മീയ അന്തരീക്ഷം അവിടെ ലഭിക്കുവാനിടയായി. അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മീയ ജീവിതത്തിൽ വളരുവാനിടയായി. പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ
ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നു. കാരണം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തി പെട്ടെന്ന് തിരിച്ചു പോകാതെ ആയപ്പോൾ ആൾക്കാരുടെ ഒരു സംസാരം ഉണ്ടായി, ഇവന് നേരത്തെ ജോലിയില്ലേ, ഇങ്ങനെയൊക്കെയുള്ളതായ പ്രശ്നങ്ങളൊക്കെ സമൂഹം പലതും പറയുമല്ലോ. ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു, ഇവന് ജോലിക്ക് പോകില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളൊക്കെ വന്നു. പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നേരിടുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ടുപേരും ജോലി ചെയ്തു. എനിക്കൊരു ജോലി കിട്ടി. അദ്ദേഹത്തിന്റെ പഴയ ആ ജോലിയിലേക്ക് തന്നെ പ്രവേശിക്കുവാൻ ഇടയായി. സൗദി അറേബ്യയിലേക്ക് നേരത്തെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഞങ്ങള് ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവില് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 1.5 വർഷത്തോളമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് അത് ലഭിച്ചില്ല. ഞാൻ കൺസീവ് ആയെങ്കിൽ തന്നെയും 3 മാസമായപ്പോൾ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ വെച്ച് തന്നെ ദൈവസഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും ആ ഉപവാസ പ്രാർത്ഥന, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2000 സെപ്റ്റംബർ 28-നാണ്. ആ 28-ന് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു നവംബർ ലാസ്റ്റിലേക്ക് ഞങ്ങൾ ഡൽഹിയിലേക്ക് കടന്നുപോയത്. ആ ഡിസംബർ മാസം, പിറ്റേ മാസം ഡിസംബർ മാസം 17-ാം തീയതി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരേ സ്നാനക്കുളത്തിൽ സ്നാനപ്പെടുവാൻ, കർത്താവിന്റെ കൽപ്പന സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ കൃപ ചെയ്തു. ആ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2 മാസത്തിന് ശേഷം അങ്ങനെ ഒരു വലിയ വിടുതൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടെ. അന്ന് തൊട്ട് ഇന്ന് വരെ വലിയ പ്രതികൂലങ്ങൾ, ഒറ്റപ്പെടലുകൾ, നിരാശകൾ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. വിശ്വാസ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയെന്ന് പലരും വിധി എഴുതി ഞങ്ങളെ മുടക്കിയ സമയത്ത്, സാമുദായിക സഭയിൽ ഞങ്ങളെ മുടക്കിയ സമയത്ത് പറഞ്ഞു, യൗവനത്തിളപ്പിൽ ഇറങ്ങി തിരിച്ചു തലമുറയുടെ സമയത്ത് മടങ്ങി വരും എന്നുള്ളതായ വാക്കുകൾ കേട്ടു. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് ചെയ്ത കരുണയെ ഓർക്കുമ്പോൾ നടത്തിയ വിധങ്ങളെ ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. സ്തോത്രം. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത സ്വർഗത്തിലെ ദൈവത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഈ മരുഭൂമിയിൽ കർത്താവ് നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു തലമുറ വേണം. അങ്ങനെ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എത്തിയ സമയത്ത് ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജി ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അദ്ദേഹം 40 ദിവസം ഉപവാസമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഭാഗികമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് ബിജി പാസ്റ്ററിന്റെ സിസ്റ്ററും ഞാനും ഒരുമിച്ചാണ് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ബന്ധത്തിൽ ഞാൻ പാസ്റ്റർ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. അച്ചാച്ചൻ, ബിജി അച്ചാച്ചൻ എന്നാണ് ഇന്നും വിളിക്കാറുള്ളത്. അപ്പൊ അച്ചാച്ചൻ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ ഒന്നുമില്ല, പക്ഷേ നീ ഇന്ന് എന്താണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന്റെ വിടുതലുമായി അടുത്ത വർഷം വെഡിങ് ആനിവേഴ്സറിയിൽ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കർത്താവ് കൃപ തരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ വാക്കുകൾ, ഞാൻ എന്താണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതുപോലെ ഏറ്റെടുത്തു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ദൈവത്തിന്റെ ദാസന്റെ വായിൽ നിന്ന് ആ ഒരു വാക്ക് വന്നെങ്കിൽ നിശ്ചയമായും അടുത്ത വർഷം അതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ജീവിതത്തിലെ കൃപ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ പെൺ പൈതലിന് ജന്മം കൊടുക്കുവാനിടയായി. എന്റെ പ്രഗ്നൻസിയുടെ 2.5 മാസമായപ്പോ എന്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞു. എന്റെ നേരത്തെ ഉണ്ടായതായ ആ ബലഹീനത നിമിത്തം എനിക്ക് ചില ഇഞ്ചക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെ 2.5 മാസമായപ്പോൾ ഞാൻ ഏറെ സ്നേഹിച്ച എന്റെ പിതാവ്, എന്റെ പപ്പയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അപ്പൊ എന്റെ പപ്പയ്ക്ക് 49 വയസ്സ്. ആ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന്, പപ്പയ്ക്ക് സുഖമില്ല എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് നമുക്ക് നാട്ടിലേക്ക് പോകാം. അപ്പൊ പപ്പ എന്നെ കൂടെ വിളിക്കുമ്പോൾ പറയും, മോളെ വാ, നിന്നെ ഒന്ന് കാണണം, നിന്നെ കുറെ നാളായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പം നഴ്സിങ്ങിന് പോയതാണെങ്കിലും ഒരു ലീവിന് വരുമ്പോൾ 1 മാസമുണ്ട്. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം ഞാൻ തിരിച്ച് പപ്പയുടെ അടുക്കൽ വരാത്തതിന്റെ പപ്പയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കുറെ നാള് ഗ്യാപ്പായി, എന്നെ കാണാത്ത ഒരു ഗ്യാപ്പ്. അത് ഞാൻ എന്ന് പറയുന്ന ആള് അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 3 വർഷത്തിന് ശേഷമുള്ളൊരു മകളാണ് ഞാൻ. അപ്പൊ ആ രീതിയിൽ ഒത്തിരി താലോലിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് പോകും. അപ്പൊ എനിക്ക് യാത്ര ചെയ്യുവാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ എന്നെ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുക, ഓൾറെഡി ഞങ്ങളുടെ ജീവിതത്തില് ഒരു
പ്രശ്നം ഉണ്ടായത്. അപ്പൊ പിന്നെ ഹസ്ബൻഡ് എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ചോദിച്ചു. പക്ഷെ എനിക്ക് പപ്പയെ കാണാനുള്ള അതിയായ താല്പര്യം കൊണ്ട് ഞങ്ങള് അവിടുന്ന് യാത്ര തിരിച്ച് ഞങ്ങള് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന ചെങ്ങന്നൂർ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് എന്റെ പപ്പ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ എന്റെ പപ്പയാണ് ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഞാന് പപ്പ എന്ത് ചെയ്യുന്ന അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആരും എന്നോടൊന്നും കാര്യമായിട്ട് പറഞ്ഞപ്പോ പപ്പയ്ക്ക് സുഖമില്ലാന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ്, അതേ ഹോസ്പിറ്റലാണ്. പക്ഷെ ചെങ്ങന്നൂര് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫ്രണ്ടിൽ ഒരു കറുത്ത കൊടി കണ്ടപ്പോ, പപ്പയുടെ ഫോട്ടോയും കണ്ടപ്പോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ സ്നേഹിച്ച എന്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന്. അതൊരു ഡിസംബർ 23 നാളെ എന്റെ പപ്പ മരിച്ചിട്ട് 22 വർഷം തികയുന്നു. അപ്പോ എന്റെ പപ്പ അന്നൊരു ഞായറാഴ്ചയായിരുന്നു, 2001 ഡിസംബർ. അപ്പൊ എന്റെ പപ്പ സൺഡേയിലെ ആരാധന കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പോയി. പപ്പയും എന്റെ ബ്രദറും കൂടെ വീട്ടിലേക്ക് വന്നു. മമ്മി മറ്റാരുടെയോ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പൊ പപ്പ പറഞ്ഞു, ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയ പയർ അങ്ങനെ കൃഷി അതിനോട് വീടിനടുത്തുണ്ട്, അപ്പൊ അതൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ എന്റെ ആങ്ങള് പറഞ്ഞു, പപ്പ ഞാനൊരു കാപ്പി വല്ലതും വേണോ? വേണ്ട, ഒന്നും വേണ്ട, മമ്മി വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി. അവിടെ വെച്ച് തല കറങ്ങി താഴെ വീണു. പിന്നെ എന്റെ പപ്പയുടെ ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്നേഹിച്ച ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് 22 വയസ്സ്. എന്റെ ആങ്ങള എന്നെക്കാട്ടിൽ 6 വയസ്സിനുള്ളതാണ്. മമ്മി ഒരൊറ്റപ്പെടല്. ഞാൻ പ്രഗ്നൻസിയിലാണ്. എനിക്ക് റെസ്റ്റ് വളരെ ആവശ്യമാണ്. ആ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയത് ആഭരണമൊക്കെ ഇട്ട ഒരാളായിട്ട് തിരിച്ചു വന്നപ്പോ എന്റെ കാതിലൊന്നുമില്ല. അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയി. അതായത് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചപ്പോ ശോധനയിലൂടെ കടന്നു പോവുകയാണെന്ന് പലരും പറഞ്ഞു. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം നിർത്തി. അങ്ങനെ പപ്പായുടെ ഫ്യൂണറൽ സർവീസ് ഒക്കെ കഴിഞ്ഞു. മമ്മി വല്ലാത്തൊരു ഒറ്റപ്പെടലിലൂടെ കടന്നുപോയി. മമ്മി വല്ലാതെ വേദനിക്കുന്ന മാനസികമായ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. അപ്പൊ ഞാൻ മമ്മിയുടെ കൂടെ തന്നെ നിന്നു. ഹസ്ബൻഡ് അതിനടുത്ത് മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഹസ്ബൻഡ് ജോലി കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്റെ പ്രഗ്നൻസിയിൽ ഏകദേശം 5.5 മാസത്തോളം ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ദൈവം ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺകുഞ്ഞിനെ തന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വേളയില് എന്റെ ഹസ്ബൻഡ് സൗദി അറേബ്യക്ക് വീണ്ടും വരാനുള്ള വിസ ശരിയായി. അപ്പൊ ഞങ്ങള് പലപ്പോഴും പക്ഷെങ്കിൽ ഒരു പെന്തക്കോസ് സഭയുടെ മെമ്പർഷിപ്പ് എടുക്കുകയോ അങ്ങനെയൊന്നും പോയില്ല. ഞങ്ങള് തന്നെ ഇരുന്ന് ആരാധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് കൂട്ടുകാരുടെ വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞ് കാണാതെ വടശ്ശേരിക്കരയുള്ള സാമ്പാസ്റ്ററുടെ ചർച്ചിൽ പോകും. അങ്ങനെ കൂട്ടായ്മകൾ ആചരിക്കും. അങ്ങനെയല്ലാതെ ഞങ്ങള് മർത്തോമാക്കാരായിട്ട് തന്നെ പെന്തക്കോസ് ആരാധനയിൽ കൂടിക്കൊണ്ട് ഞങ്ങളിങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വീണ്ടും സൗദി അറേബ്യയിലേക്ക് വരാനിടയായി. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. അപ്പൊ അവിടെ ഒരു പേപ്പർ കിടക്കുന്നുണ്ട്. അതിനകത്തിൽ നഴ്സസിനെ റിക്വയർഡ് സൗദി അറേബ്യയിൽ എന്നുള്ള ആ ഒരു ഇത് കണ്ടു. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഇന്റർവ്യൂ ഉണ്ട്, നീ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, പിറ്റേ ദിവസം ഇന്റർവ്യൂ ആണ്. ഞങ്ങൾ അങ്ങനെ എറണാകുളത്തേക്ക് ഇന്റർവ്യൂവിന് പോയി. ദൈവകൃപയാല് ഞാൻ ഇന്റർവ്യൂവിന് സെലക്ഷനായി. അങ്ങനെ അദ്ദേഹം ഒരു മെയ് 30 സൗദിയിൽ വന്നു. മെയ് 15 സൗദിയിൽ വന്നു. മെയ് 30 ഞാനും സൗദി അറേബ്യയിലേക്ക് വന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ അദ്ദേഹം റിയാദിലും ഞാൻ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. അപ്പോൾ മമ്മിയുടെ കയ്യിൽ മോളെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. സഹോദരന് അപ്പോഴത്തേക്കും പപ്പായുടെ ജോലി അവന് കിട്ടി. അവൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ കോഴഞ്ചേരി ഓഫീസിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ പപ്പയ്ക്ക് പകരക്കാരനായിട്ട് അവന് ജോലി കിട്ടി. അങ്ങനെ മമ്മിയും എന്റെ മോനും, അതായത് എന്റെ സഹോദരനും എന്റെ കുഞ്ഞും അങ്ങനെ അങ്ങ് ജീവിച്ചുകൊണ്ടിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ തന്നെ വല്യപ്പച്ചനും വല്യമ്മച്ചിയുണ്ട്. എന്റെ പപ്പയുടെ അനിയനുണ്ട്. അദ്ദേഹം കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. കുടുംബം അവരങ്ങനെ അവിടെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നു. ഞങ്ങൾ ഇവിടെ ദൈവകൃപയാൽ 2 സ്ഥലത്താണ്, 2 ഏരിയയിലാണ് നിൽക്കുന്നത്. ഞാൻ എന്റെ ഹസ്ബൻഡ് റിയാദിൽ, ഞാൻ ജിദ്ദയിലും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഞങ്ങളെ ഒരുമിച്ചാക്കണമേ എന്നാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഒത്തിരി എപ്പോഴും പല മ്യൂച്വൽ ട്രാൻസ്ഫറിനൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷേ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 2003 ആദ്യമേ അവിടേക്ക് വന്നത്. അതിനുശേഷം മമ്മിയുടെ കയ്യിൽ മോളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ ഒരു ദിവസം. അപ്പൊ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് റിയാദിൽ നിന്ന് ജിദ്ദയിലേക്ക് വരും. അപ്പൊ ഞങ്ങള് വെളിയിൽ താമസിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം വന്നപ്പോ എനിക്ക് മമ്മിക്കാണെങ്കിൽ അതിനിടയിൽ വെച്ചിട്ട് മമ്മി നന്നായിട്ട് പാടുമായിരുന്നു. അപ്പം മമ്മിക്ക് ഇടയ്ക്ക് ശബ്ദം എടുക്കാൻ വയ്യാതെയായി. അപ്പം വൊക്കൽ കോഡിൽ എന്തോ കുരുക്കളുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയം അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ പോയി. ആദ്യം ഓർത്ത് ക്യാൻസർ ആണെന്ന്. പക്ഷേ അതിന്റെ യാതൊരു സെൽസും അവിടെ ഇല്ലായിരുന്നു. മമ്മിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതങ്ങനെ മമ്മി സാധാരണയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ എന്നോട് എപ്പോഴും പറയും, എടി മോന് ജോലി ആയാലും അവന് നല്ല വിവാഹ ആലോചനകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി അവനെ കല്യാണം കഴിക്കാനൊന്നും പ്രായമായില്ലല്ലോ, കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറയാൻ ഇല്ല എനിക്ക് വയ്യ, അപ്പം അവന് ആരെങ്കിലും വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, മമ്മിക്ക് എന്താ, മമ്മിക്ക് 47 വയസ്സേ ഉള്ളൂ, മമ്മിക്ക് എന്താ മമ്മി കുഴപ്പം, മമ്മി ചുമ്മാ അതും ഇതൊക്കെ പറയാതെ. പപ്പ പോയതിന്റെ ആ ഒരു മാനസിക മുറിവുകളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല, മമ്മി അങ്ങനൊന്നും പറയരുതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹസ്ബൻഡ് റിയാദിൽ നിന്ന് ജിദ്ദയിൽ വന്നു. ഞങ്ങള് ഒരു ദിവസം അന്ന് രാത്രിയില് ഞാനൊരു സ്വപ്നം കാണുകയാണ്. അതിനിടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം മറന്നുപോയി മാസ്റ്റർ. എന്റെ പപ്പ മരിക്കുന്നതിന് തലേ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണും. സ്വപ്നങ്ങൾ കാണുന്നത് എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഉറങ്ങാനായിട്ട്, ഞാൻ ഉറങ്ങി എല്ലാം നല്ല റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ്ടും എനിക്ക് ഉറങ്ങാനായിട്ടൊരു വലിയ ക്ഷീണം വരും. ആ ക്ഷീണം വരുന്ന സമയത്ത് 5-10 മിനിറ്റ് ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും. ഈ ഡീപ്പ് സ്ലീപ്പില് പലപ്പോഴും ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ അതേപോലെ ദൈവത്തിന് എന്നോട് എന്തോ പറയാനുള്ള പോലെ. ഇപ്പൊ അന്ന് എനിക്കത് അറിയത്തില്ല, പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ പറയാം, കർത്താവ് യേശുവപ്പച്ച എന്തോ പറയാനുണ്ടല്ലോ, അങ്ങ് വേഗം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കിടക്കും. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്തോ എന്നോട് പറയാനുള്ളത്, അതെന്തോ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തോ ദൈവത്തിന് എന്നോട് പറയാനുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് ഇപ്പോഴറിയുന്നു. അന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പൊ അന്ന് ഞാൻ കണ്ടു എന്റെ പപ്പ ഇങ്ങനെ കേറി വന്നിട്ട് എന്റെ കയ്യിൽ ഒരു പൊതി തരുന്നു. ആ പൊതി കുറച്ച് പൈസ, ഇത് മോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പ ഇങ്ങനെ നടന്നങ്ങ് പോകും. അപ്പൊ ഞാൻ പപ്പ അവിടെ നിൽക്കുക, എവിടെ പോവാന്ന് പറയുമ്പോ തിരിഞ്ഞു നിന്നിട്ട്, ഞാൻ പോവാ, നിന്റെ കയ്യിൽ ആ പൈസ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പപ്പ അങ്ങനെ പോയി. അന്ന് അതിന്റെ പിറ്റേ ദിവസമാണ്. അപ്പൊ അന്നേരം എന്റെ മനസ്സിൽ ഭയങ്കര ഭാരം, എന്തോ കല്ല് വെച്ചിരിക്കുന്ന ഒരു ഭാരം തോന്നി. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ ഹിതം എന്തോ അതെന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണ് എന്റെ വായിൽ നിന്ന് വന്നത്. അന്ന് വൈകിട്ട് ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത്, അത് ഞാൻ ഡൽഹിയിൽ ചർച്ചിൽ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അവിടെ ആരാധന സമയത്താണ് എനിക്ക് ഭാരം ഉണ്ടായത്. പപ്പ മരിക്കുന്നത് അന്ന് ഞായറാഴ്ച 5:30-ക്കാണ്. അപ്പോ ദൈവം എന്നെ നേരത്തെ അറിയിച്ചു. പക്ഷെ ഇതിനു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഇത് എങ്ങനെയാണെന്നൊന്നും അന്ന് അറിയാൻ വയ്യാത്തൊരു കാലയളവായിരുന്നു. മമ്മി അപ്പൊ അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുക, 2 കത്തിക്കരിഞ്ഞ ശരീരം ഇങ്ങനെ കിടക്കുക, തീ ബന്ധ 2 ശരീരം കിടക്കുക. അപ്പൊ ഞാൻ ഒന്ന് എന്റെ മോളുടേതോ ഒന്ന് എന്റെ മമ്മിയുടേതോ. ഞാൻ അലറി വിളിച്ചെഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ എന്റെ കുഞ്ഞിനെ സൂക്ഷിക്കണമേ, എന്റെ കുഞ്ഞിനെ ആർക്കും കടന്നു വരല്ലേ പറഞ്ഞു. ഞാൻ എന്റെ മമ്മിയെ പറ്റി ചിന്തിക്കുന്നേ അല്ല, എന്റെ കുഞ്ഞിനെ മാത്രം ഓർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എന്റെ ഫോൺ റിങ്ങായി. എന്റെ ആങ്ങളെ വിളിക്കുക, എടി മമ്മിക്ക് സുഖമില്ല. എനിക്ക് തലേ ദിവസം ഏകദേശം 6 മണിക്കൂർ മുമ്പ് ഞാൻ എന്റെ മമ്മിയോട് വിളിച്ച് സംസാരിച്ചതാ. മമ്മിയോട് സംസാരിച്ച മമ്മി വളരെ അന്ന് കുടുംബ വീട്ടില് ഉപ്പാപ്പന്റെ വീട്ടില് ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. മമ്മി അത് സംബന്ധിക്കുന്നതിനിടയ്ക്ക് വന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥനയാണ് ആ ഞായറാഴ്ച. ആ തലേ ഞായറാഴ്ച മമ്മി ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ കടന്നു ചെന്ന് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ കൽപ്പന സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പിറ്റേ ഞായറാഴ്ച മമ്മിയുടെ സ്നാനം വെച്ചിരിക്കുകയാണ് ദൈവസഭ. ആ തിങ്കളാഴ്ച മമ്മി രാവിലെ എഴുന്നേറ്റപ്പോ പെട്ടെന്നൊരു തലകറക്കം വന്നു. മമ്മി വീണു. മമ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് മമ്മി കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ എന്റെ മമ്മി 47-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോ എന്നെ വിളിച്ച് എന്റെ മോൻ പറയുന്നു, മമ്മിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ്. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, റജി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. പെട്ടെന്ന് ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോ എന്റെ മോൻ ഒറ്റയ്ക്കാണ്. ആ ഒരു വിഷയം എന്ന് പറഞ്ഞാല് അന്നൊന്നും അത് കോമൺ അല്ല മാസ്റ്ററെ. മാതാപിതാക്കൾ 2 വർഷത്തിനുള്ളിൽ അതും യങ്ങായ ആൾക്കാരൊക്കെ മരിക്കുക എന്നുള്ള പറയുന്നത് അന്ന് കോമൺ ആയ ഒരു കാര്യമല്ല. ഇന്നത്തെ കാലത്ത് അത് ഒത്തിരി കോമൺ ആണ്. പക്ഷെ അന്ന് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്റെ മമ്മിയുടെ ഡെഡ് ബോഡി ഉണ്ടെന്ന്
വീട്ടിൽ വെച്ചു. ഞാനും അവനും പിന്നെ എല്ലാരും ഉണ്ട്. എന്റെ പപ്പയുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഐക്യതയുള്ള സഹോദരങ്ങൾ. 5 പേരും അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാ. അപ്പൊ ഞങ്ങൾ എപ്പോഴും സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 11 കൊച്ചുമക്കളായി. 11 കൊച്ചുമക്കൾ ഒരുമിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോ ആ ആ മമ്മിയുടെ ശരീരം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ശപിക്കപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ഒരാൾ ചോദിച്ച ആ ഒരു ശബ്ദം എന്റെ കാതിൽ ഇപ്പോഴും അതുപോലെ ധ്വനിക്കുക. അപ്പം ഓൾ ഇൻ ഓൾ എല്ലാം പറയുമ്പോ എല്ലാവരുടെയും ഒരു കുത്തുവാക്ക് എന്റെ നേരെ വരുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം വിശ്വാസം, ഞാൻ അതിനു മുമ്പ് കഷ്ടതയുടെ ബുദ്ധിമുട്ടുകളോ നിന്ദകളോ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഞാന് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ വന്നപ്പോ ഒന്ന് മാറി ഞാൻ കടന്നുപോയ കഷ്ടതയുടെ തീച്ചൂള എന്ന് പറയുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ എന്റെ വല്യമ്മച്ചിയോട് ഞാൻ ചെന്ന് പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളല്ലോ, അല്പം വിഷം കഴിച്ചാൽ ഞങ്ങൾ അങ്ങ് മരിച്ചു പോകട്ടെ, അതല്ലേ നല്ലത്. കാരണം ഞങ്ങളുടെ മാതാപിതാക്കളില്ലാത്ത എനിക്ക് 24 വയസ്സും ആ ഒരു പ്രായമാണ്. ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, ഞാനൊരു കുടുംബസ്ഥയാണ്. പക്ഷെ ആ ഒരു മെച്യൂരിറ്റി എനിക്ക് അങ്ങനെ കുടുംബത്തോടുള്ള ബന്ധത്തിലോ ഒന്നും ഇല്ലാത്തൊരു അനുഭവമാണ്. പക്ഷേ അപ്പം ഒരു ഡിപ്പെൻഡന്റ് ആയിരുന്നു എന്ന് പറയാം. ഞാൻ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ ഒന്നും ഒരു താല്പര്യം ഇല്ലാതെയായി. എന്റെ ദൈവസഭയിലെ ദൈവദാസൻ ജോസഫ് പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് ഒത്തിരി സപ്പോർട്ട് വന്നു. അപ്പൊ ഞാൻ കർത്തൃമേശയിൽ ഒഴിഞ്ഞു വന്നിട്ടുണ്ട്. ഞാന് പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. എനിക്ക് ഒത്തിരി ചോദ്യങ്ങളായിരുന്നു കർത്താവിനോട്. കാരണം ഞാൻ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങിയതാ. ഒറ്റയ്ക്ക് ഞാനും എന്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഒത്തിരി എല്ലായിടത്തും ഞങ്ങൾ ഒത്തിരി നിന്ന് കേട്ടു. എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നല്ല ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയിട്ട് നീ ഈ രീതിയിലാക്കിയല്ലോ എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ കേട്ടു. പ്രത്യേകിച്ച് ആഭരണങ്ങളില്ലാതെ ഒക്കെ പോയപ്പോ എന്നെ പലപ്പോഴും പലരും അവോയ്ഡ് ചെയ്തു. ചിലരുടെ വാഹനങ്ങളിലൊക്കെ കയറ്റാത്ത അനുഭവങ്ങളൊക്കെ വന്നു. അങ്ങനെയൊക്കെ ഞാൻ കടന്നുപോയപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്രയും ഒറ്റപ്പെടലിലൂടെ കടന്നു പോകാൻ, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഞാൻ എന്ത് പാപമാ ചെയ്തേ? അപ്പൊ ഇതാണോ ക്രിസ്തീയ ജീവിതം? ഇതാണോ വിശ്വാസ ജീവിതം എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ കടന്നു വന്നു. പക്ഷെ ഇന്ന് എനിക്ക് പറയുവാൻ കഴിയും, ഒത്തിരി പേരെ തണുപ്പിക്കുവാൻ, ഒത്തിരി പേരെ ധൈര്യപ്പെടുത്തുവാൻ, ഒത്തിരി പേർക്ക് ആശ്വാസമായി തീരുവാൻ അമ്മേ എന്നെ ആ കഷ്ടതയിലൂടെ കടത്തി വിട്ടുകൊണ്ട് ഈ നാളുകൾ, പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് പേർക്ക് ആശ്വാസമായി തീരുവാൻ, ഒരുപാട് പേർ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ, എന്റെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നൊക്കെ എങ്ങനെ പിടിച്ചു നിന്നുള്ള ചോദ്യത്തിൽ നടുവ് എന്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ആമേൻ കൃപ തന്നതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ മമ്മിയുടെ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞ് ഞാൻ ഓർത്തു മോന്റെ കൂടെ സ്റ്റേ ചെയ്യാം, ഇനി തിരിച്ചു വരണ്ട എന്ന് വിചാരിച്ചിരുന്നു. എന്റെ പപ്പയുടെ അനിയൻ പറഞ്ഞു, മോളെ ഒരു ജോലി ഉള്ളത് കളയണ്ട, നീ പൊക്കോ, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, അവന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ അവന് കോഴഞ്ചേരിയിൽ തന്നെ അവന് ജോലി ചെയ്യുകയാണ്. അപ്പൊ മമ്മി മരിച്ചു കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് കുറച്ചുനാൾ വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവനൊരു വിവാഹാലോചന വരികയും ഞങ്ങൾ അവന്റെ വിവാഹം നടത്തുകയും ചെയ്തു. അങ്ങനെ അവൻ കുടുംബസ്ഥനായി. ഞാനും മോളെ ഉപ്പാപ്പനെയും കുടുംബത്തെയും ഏൽപ്പിച്ച ഉപ്പാപ്പന്റെ മോള് വിനിമോള്, അവളിന്ന് UK നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ വല്യമ്മച്ചി, വല്യപ്പച്ചൻ, അമ്മാമ്മ, കുഞ്ഞുങ്ങൾ അവരെല്ലാരും കൂടി കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ സന്തോഷത്തോടെ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് മോളെ കൊണ്ടുവരാം എന്നുള്ളതായ രീതിയിലാണ് വന്നത്. പക്ഷെ ഞാൻ ജിദ്ദയിലും റിയാദിലും ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാവണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു ഒക്ടോബർ മാസം 10-ാം തീയതി ഞാൻ ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് വരുന്നു. ജിദ്ദയിൽ നിന്ന് കംപ്ലീറ്റ് സാധനമായിട്ട് ഞാൻ വരുന്നു. അപ്പൊ അതിന് യാതൊരു സാധ്യതയും ഇല്ല. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് അങ്ങനെ ട്രാൻസ്ഫറോ ഒന്നും തരത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറയും, ഒക്ടോബർ 10-ാം തീയതി ഞാൻ ഇവിടുന്ന് പോകും. അപ്പൊ അവര് പറയും ഞാൻ എക്സിറ്റ് പോകണം. ഞാൻ എക്സിറ്റ് പോലെ ഞാൻ എന്റെ ഹസ്ബൻഡ് അടുക്കലേക്ക് റിയാദിലേക്ക് പോകും. അപ്പൊ എല്ലാം കേട്ടവരൊക്കെ ചിരിച്ചു. പക്ഷെ എന്നെ ദൈവം കാണിച്ചത് സത്യമാണെന്ന് എനിക്ക് പല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഇതിൽ തന്നെ നിന്നു. കർത്താവ് എന്നെ അറിയിച്ചതിൽ തന്നെ നിന്നു. ഞാൻ ഒക്ടോബർ 10-ാം തീയതി റിയാദിൽ പോകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് കർത്താവിനെ അറിയാത്ത ഒത്തിരി പേരുണ്ട്. അതിലൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ജി നീ പൊട്ടത്തരം ഒന്നും വിളിച്ചു പറയാതെ, നിനക്കൊരിക്കലും ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവം സത്യദൈവമാണ്, മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാ. അപ്പൊ പല രേഖകളെ മാറ്റി വിരിച്ച്, പ്രത്യേകിച്ച് പീലാത്തോസിന്റെ വിധിയെ മാറ്റി എഴുതി മരണത്തിന്റെ മേൽ ജയമെടുത്ത് ഉയർത്തവനാണ് ആ കർത്താവിലെ ഞാൻ വിശ്വസിക്കുന്നവൻ. അപ്പൊ അവർക്ക് അതൊന്നും ഒരു വിശ്വാസമുള്ളതായ ഒരു ഇതല്ല. അപ്പൊ
അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ മാസം 9 വരെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ഒക്ടോബർ മാസം 9 രാത്രിയിൽ രാത്രിയിൽ ഹോസ്പിറ്റലിലെ അഡ്മിൻസ് എല്ലാം കൂടെ കൂടി വന്നിട്ട് ഒരു 12 മണിയായപ്പോൾ ഡിക്ലെയർ ചെയ്യുക, ഇന്ന് ഇവിടുന്ന് പോകേണ്ടവർക്കൊക്കെ പോകാം, നാളെ ഹോസ്പിറ്റലിൽ റിനോവേഷൻ നടക്കുകയാണ്. രാത്രി 12 മണിക്ക് കിട്ടുന്നതായ ഒരു ഇൻഫർമേഷൻ. ഒക്ടോബർ മാസം 9 പകലൊന്നും നടക്കാത്ത കാര്യം തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ മക്കളിലേക്ക് എന്തറിയിച്ചു അതിന് മാറ്റം വരുത്താത്ത സ്വർഗത്തിലെ ദൈവം ജാതികളുടെ നടുവില് എന്റെ വിശ്വാസത്തിന്റെ മൂല്യത്തെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് എന്റെ ജീവിതത്തിൽ കൃപ ചെയ്തു. അങ്ങനെ 10 രാവിലെ ഒരൊറ്റ മണിക്കൂറുകൾക്കുള്ളിൽ പേപ്പർ വർക്ക് ശരിയാക്കി ഒക്ടോബർ 10 തന്നെ ഞാൻ അവിടുന്ന് വണ്ടി കയറുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ദൈവം എത്ര വിശ്വസ്തനാണ്. തന്റെ മക്കളോടൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കർത്താവ് അമ്മ ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് ഹല്ലേലൂയ അമ്മൻ എന്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, മോളെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു പല രീതിയിലൊക്കെ. അപ്പോ ഞാൻ അതിനിടയ്ക്ക് ഈ റിയാദിൽ വന്നിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ ഇന്റർവ്യൂവിന് പോയി പാസ്സായി. ഒരുപാട് ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് പോയിട്ടൊന്നും എനിക്ക് എങ്ങും ശരിയാവുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ശരിയാവുന്നില്ല. എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു, എനിക്ക് എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പോളി ക്ലിനിക്കിലേക്ക് എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എന്നാ പിന്നെ ഇവിടെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ആ പോളി ക്ലിനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടം തോന്നി. ദൈവമേ, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനാണോ എന്നൊക്കെ ഓർത്ത് വിഷമം എന്റെ ഉള്ളിലുണ്ടായി. ഹസ്ബൻഡ് അന്ന് വണ്ടിയൊന്നുമില്ല. അപ്പം അദ്ദേഹത്തിന്റെ മാസത്തെ ശമ്പളം മുഴുവൻ എനിക്ക് ടാക്സി ഓരോ ഇന്റർവ്യൂവിന് പോയി ടാക്സിക്കും ഫോട്ടോ കോപ്പി എടുത്തൊക്കെ മുഴുവൻ തീർന്നു. അന്നേരം ഒരു കാര്യം ചെയ്യും, മോളുടെ കൂടെ പോയി നാട്ടിൽ നിൽക്കുക, അവർക്ക് ഒരു സന്തോഷമാവൂല, അവനും ഉണ്ടല്ലോ, നീ നാട്ടിൽ പോയി നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ എക്സിറ്റ് അടിച്ചു. ഹല്ലേലൂയ. എക്സിറ്റ് അടിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. പപ്പയും മമ്മിയും ഇല്ലാത്ത വീട്ടില് അവൻ കുടുംബസ്ഥനായല്ലോ. റേച്ചാന്റെ വീട്ടിൽ പോയി നിൽക്കാനുള്ള എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെയും പോയി നിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഞാൻ അതും ഒരു ഞായറാഴ്ചയാണ്, ഇവിടെ വെള്ളിയാഴ്ചയാണല്ലോ ആരാധന, ഞായറാഴ്ചയാണ്. ഞാൻ തിങ്കളാഴ്ചയാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്. അപ്പൊ ഞാൻ എല്ലാം പെട്ടിയെല്ലാം ഒക്കെ അടുക്കി ഞാൻ അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചു, കർത്താവേ, റിയാദിൽ ഇത്രയും ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് ഒരിടത്തൊരു ജോലി തരാൻ കർത്താവിന് കഴിയത്തില്ലേ എന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഭാരങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. അപ്പൊ ഒരു പാട്ടിന്റെ ഈരടി എന്നെ ധൈര്യപ്പെടുത്തി, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുമ്പോ. ഞാൻ പറയാം, പപ്പായും മമ്മിയും ഇല്ല ആ വീട്ടില്, ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ നിലവിളിച്ചപ്പോ ഈ പാട്ട് വന്നു. ആ പാട്ട് പാടി ഞാൻ ആത്മാവിൽ ആരാധിച്ചു സമയത്ത് ഒരു ഫോൺ കോൾ വന്നു. ഞാനിപ്പോ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോളാണ്, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞ് എനിക്ക് വണ്ടി അറേഞ്ച് ചെയ്തു. ഞാൻ അവിടെ ചെന്ന് ഇന്റർവ്യൂവിന് പാസ്സായപ്പോ അവര് പറയാം, നാളെ തന്നെ നീ വന്ന് ജോയിൻ ചെയ്യണം. പക്ഷേ പാസ്റ്റർ, എന്റെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ചിരിക്കുക, എനിക്ക് നാട്ടിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നെ ഒരു ബ്രിട്ടീഷുകാരിയായിരുന്നു ആ നഴ്സിംഗ് ഡയറക്ടർ. അവര് പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് ഇന്റർനാഷണൽ വിസ ഇല്ല, ഞങ്ങൾക്ക് ലോക്കൽ ഹെയർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ ഇക്കാമ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് പറ്റത്തില്ല, എന്റെ വിസയിൽ എനിക്ക് എക്സിറ്റ് അടിച്ചിരിക്കും, എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോ അതിന് എനിക്ക് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാൻ യാതൊരു മുഖാന്തരമില്ല. ഞാൻ എന്റെ നേരത്തെ ജോലി ചെയ്ത ജിദ്ദയിൽ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിന്റെ ഓഫീസ് റിയാദില, അവിടേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടേക്ക് ചെന്നപ്പോ അവരുണ്ട് പറഞ്ഞു, ടിജി, നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ, നിനക്ക് കുറച്ചു നാളൂടെ നീട്ടിത്തരാം, നീ എവിടെയെങ്കിലും ജോലിക്ക് നോക്കിക്കോളാൻ പറഞ്ഞതല്ലേ, അപ്പൊ നീയല്ലേ ധൃതി വെച്ച് എക്സിറ്റ് അടുപ്പിച്ചത്, ഇനിയിപ്പോ എന്താ ചെയ്യുക? രാജ്യത്തിന്റെ നിയമം അനുസരിച്ച്, ഏതൊരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് എക്സിറ്റ് അടിച്ചാൽ ആ രാജ്യം വിടണം 90 ദിവസത്തിനകം, അതാണ് നിയമം. അതല്ലാതെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുതിയ വിസയിൽ പിന്നീട് വരണം. പാസ്റ്ററെ, തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ അറിഞ്ഞത്, രാജ്യത്തിന്റെ നിയമത്തെ മാറ്റുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നതെന്ന് ഞാൻ ഒരു അത്ഭുതം പറയാൻ പോവാ. എന്റെ എക്സിറ്റ് അടിച്ച പാസ്പോർട്ട് അവിടെ ഇരിക്കുമ്പോ തന്നെ അവിടെ വന്ന ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കെ, ഞാനൊന്ന് പോയിട്ട് വരാം. ജവാസത്തിലേക്ക് പോയിട്ട് ആ എക്സിറ്റ് അടിച്ച പാസ്പോർട്ടിൽ തിരിച്ചെഴുതിയിട്ട് അതേ വർക്ക് പെർമിറ്റിലാണ് ഞാൻ ഇന്നും ഇവിടെ ജോലി ചെയ്യുന്നത്. ഹല്ലേലൂയ. രാജ്യത്തിന്റെ നിയമത്തെ മാറ്റുവാൻ കഴിയുന്ന
നിയമാവലികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഇന്ന് ഞാൻ ആമേൻ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയുമ്പോൾ, നിങ്ങൾ ആരുടെ നിയമക്കുരുക്കിലൊക്കെ പെട്ടുകിടക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ആമേൻ ആമേൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാ, ആമേൻ സേവിക്കുന്ന ദൈവം കണ്ണുനീരിന് മറികടക്കുന്നവനല്ല. ആമേൻ ഹല്ലേലൂയ. യോശുവയുടെ വാക്കിന് മുന്നിൽ സൂര്യനെയും ചന്ദ്രനെയും അതാത് സ്ഥാനത്ത് നിർത്തിയെങ്കിൽ ഇന്നും ആ അത്ഭുതം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവൻ അറിയുന്നു കഷ്ട ദിവസത്തിൽ അവൻ ശരണമാകുന്നുവെന്ന് എനിക്ക് എവിടെയും വിളിച്ചു പറയുവാനുള്ള പ്രാഗൽഭ്യം കർത്താവിന്റെ ജീവിതത്തിൽ ആ സാക്ഷ്യമായി തന്നിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ നാമമഹത്വത്തിനായി അത് ഞാൻ പറയുന്നു. സ്തോത്രം. അപ്പോ അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. ആ ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ ജോലിക്ക് കയറി സാധാരണ ഒരു നഴ്സായിട്ട് വളരെ കുറഞ്ഞ സാലറിയിൽ ഞാനവിടെ ജോലിക്ക് കയറി. അപ്പൊ എന്റെ ഫസ്റ്റ് കോൺട്രാക്ട് കഴിഞ്ഞപ്പോ ഫസ്റ്റ് കോൺട്രാക്റ്റിൽ തന്നെ അവിടെ ഒരു നിയമമുണ്ട് 2 വർഷം കഴിയാതെ പ്രഗ്നന്റ് ആവരുതെന്ന്. പക്ഷെ ഞാൻ ഫസ്റ്റ് കോൺട്രാക്റ്റിൽ പ്രഗ്നന്റ് ആയി. എന്റെ മകൻ ഹഗായിയെ അങ്ങനെ ഹഗായിയെ അങ്ങനെ ഉദരത്തിൽ ഉരുവായി. ആ സമയത്ത് ഞാൻ ടെർമിനേറ്റ് ആയി. ആ ഹോസ്പിറ്റലിൽ ടെർമിനേറ്റ് ആയി. പക്ഷെ അവരെന്നോട് പറഞ്ഞു റീഹയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ടെർമിനേറ്റ് ആയി. എന്റെ പ്രഗ്നൻസിയുടെ 6ാമത്തെ മാസം ഞാൻ വീട്ടില് റെസ്റ്റ് എടുക്കാനായിട്ടായിരുന്നു. നാട്ടിലേക്ക് പോവാൻ മമ്മിയില്ല, പപ്പയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഡെലിവറി ഇവിടെ തന്നെ ആക്കാം എന്നുള്ള തീരുമാനത്തിൽ. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എന്റെ സ്വപ്നം കാണും, എന്റെ കുഞ്ഞ് തല വലിയ ഒരു കുഞ്ഞ്, അതായത് ഹൈഡ്രോസെഫാലസ് എന്ന് പറയും മെഡിക്കൽ സയൻസിൽ. അങ്ങനെ ഒരു കുഞ്ഞാണ് എനിക്ക് ഉണ്ടാകുന്നതെന്ന് ഞാൻ പലപ്പോഴും സ്വപ്നം കാണും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. 9 മാസവും ഉപവസിച്ച ഒരു അമ്മയാണ് ഞാൻ. ഹല്ലേലൂയ. എനിക്കൊരു നോർമലായ കുഞ്ഞിനെ കിട്ടാനായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഹസ്ബൻഡിന് തൈറോയിഡ് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ ജന്മം കൊടുത്തപ്പോ ഞാൻ ആദ്യം അവന്റെ തലയിലോട്ട് നോക്കി, തല നോർമലാണോ എന്ന്. അപ്പൊ അതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ 3 ബോക്സ് ഇങ്ങനെ ഇരിക്കുക. 3 ബോക്സിൽ ഒരു ബോക്സ് നേരെ എന്റെ നേരെ വന്നിട്ട് അതിൽ ഹഗായി എന്നൊരു പേരുണ്ട്. ഞാൻ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും, അപ്പൊ ഈ പേര് നിന്റെ പൈതലിൽ ഇടണമെന്നൊരു ശബ്ദവും ഞാൻ കേട്ടു. അങ്ങനെയാണ് മോനെ ഹഗായി എന്ന് പേരിടുവാനിട്ടിടയായത്. അങ്ങനെ ഹഗായിക്ക് ഏകദേശം 1 മാസമൊക്കെ ആയപ്പോ എന്റെ ഹസ്ബൻഡിന്റെ ശരീരത്തിന് ഓവറായിട്ടുള്ള വണ്ണം. അപ്പൊ വണ്ണം ഒത്തിരി ഇങ്ങനെ സാധാരണ എല്ലാവരും പറയാം വണ്ണം വെക്കുന്ന ആഹാരം കഴിച്ചിട്ടൊക്കെ ആവും. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കരമായ ക്ഷീണമൊക്കെ ആയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കണ്ടപ്പോഴേ ആ ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. തൈറോയ്ഡ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോ തൈറോയ്ഡ് ചെക്ക് ചെയ്ത് പാസ്റ്ററെ HI എന്നൊരു റിസൾട്ട് കാണിക്കുന്നത് ഹൈ. ആ മെഷീനകത്ത് റീഡിങ് വെച്ചിട്ടുണ്ട്. ആ റീഡിങ്ങിനെ കവിഞ്ഞുള്ളതായ നിലയിൽ എന്റെ ഹസ്ബൻഡ് തൈറോയ്ഡ് കൂടിയിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞിനെ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് നോർമൽ അല്ലായിരിക്കും. കുറെ ടെസ്റ്റുകൾ വന്നു. ഞാൻ കണ്ടു അതിനു മുമ്പേ എന്റെ കുഞ്ഞിന് തല വലിയൊരു കുഞ്ഞ്, ഹൈഡ്രോസെഫാലസ് ആയ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തൊരു കുഞ്ഞിനെയാണ് ഉണ്ടാവാൻ ആ ഒരു സ്വപ്നം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ അതിന് മുന്നമേ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിന്റെ ജീവിതത്തിൽ സ്തോത്രം കാഴ്ചകൾ തന്നു. ഞാൻ അതിന്മേൽ പ്രാർത്ഥിക്കുവാനിടയിൽ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ വലിപ്പം പറയുമല്ല, പക്ഷേ ആ ഒരു അനുഭവത്തിലൂടെ കടത്തിവിട്ടത് കൊണ്ട് പ്രഗ്നൻസിയുടെ സമയത്തും പൂർണ്ണമായിട്ട് ദൈവസേന ഉപവസിച്ച ഒത്തിരി കരഞ്ഞ ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ. കാരണം നിന്ദകൾ ഒന്നിന് പറയും, ഒന്നായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് വഹിക്കാൻ പറ്റാത്ത ഒന്നും തരരുതേ എന്ന് ഞാൻ എന്റെ അപ്പനോട് പറയുമായിരുന്നു. ഞാൻ ഒരിക്കൽ ദൈവമേ എന്നുള്ള എന്റെ അപ്പായെ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുവാൻ. ആ ഒരു ബന്ധമാണ് ഞാനും എന്റെ അപ്പനും തമ്മിലുള്ളത്. കാരണം എന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ നടുവില് എന്റെ അപ്പനായിട്ട് എന്റെ അപ്പായെ എന്ന് വിളിക്കുക ഒരു സ്വാതന്ത്ര്യം, ഈ വലിയവനായ ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം എന്നെ യോഗ്യയാക്കി തീർക്കാൻ ഒരു വലിയ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എനിക്കതിനെന്താ യോഗ്യത? എനിക്കൊരു യോഗ്യതയുമില്ല. കർത്താവിന്റെ ആ വലിപ്പം എന്തെന്നോ ആ ശക്തി എന്തെന്നോ എന്റെ ബുദ്ധിയിൽ എനിക്ക് പറയുവാൻ കഴിയാത്തപ്പോഴേക്കും ആമേൻ അപ്പായെ എന്ന് വിളിക്കുമ്പോ ഞാൻ മുഴുവൻ വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒത്തിരി സാഹചര്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ തൈറോയ്ഡ് ചെക്ക് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പലർക്കും ഇങ്ങനെയുള്ള അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ സമയത്തുള്ള കുഞ്ഞുങ്ങൾ പലരും ഓട്ടിസ്റ്റിക് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ദൈവകൃപയാൽ
ഹഗായിക്ക് 16 വയസ്സുണ്ട്. അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവന്റെ പിതാവിനോടൊപ്പം നിന്റെ ശുശ്രൂഷയിൽ കൈത്താങ്ങലായി നിൽക്കുന്നു എന്ന് പറയുമ്പോ ശ്രേഷ്ഠതയൊന്നും പറയാനല്ല, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തൊരു സ്വർഗത്തിലെ ദൈവം 2 കുഞ്ഞുങ്ങളും അവർ തന്നെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടല്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും, അവരുടെ മുമ്പിൽ ഒരു റോൾ മോഡലായി ആത്മീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ട്, രണ്ടുപേരും സ്നാനപ്പെട്ട്, രണ്ടുപേരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ പിമ്പിൽ ഞങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ ഒത്തിരി വില കൊടുത്തിട്ടുണ്ട്. യൗവനത്തിന്റെ തിളപ്പിലിറങ്ങി തിരിച്ചു ഒരിക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ ഒരു ശബ്ദം ഞങ്ങളുടെ കാതിൽ കേട്ടപ്പോ ഒരിക്കലും എന്ത് കഷ്ടത വന്നാലും മടങ്ങി പോവാനിടയാവല്ലേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല എന്ന് ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആമേൻ ഞങ്ങൾ തലമുറകളോട് എപ്പോഴും പറയും, നിങ്ങളുടെ ദൈവം ഒരിക്കലും ലജ്ജിക്കരുത്, നിങ്ങളുടെ ദൈവം എന്ന് പറയുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പ്രിയപ്പെട്ടവനെ തൈറോയിഡ് കണ്ടുപിടിക്കുവാനിടയായി. പക്ഷെ ദൈവകൃപയാല് ഇതുവരെയും ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. അദ്ദേഹം ഡയബറ്റിക്കും കൂടെ ആണ്, എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവകൃപയാൽ ഞങ്ങളെ നടത്തുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ അങ്ങനെ മോളെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. അപ്പൊ ഹഗായി ഉണ്ടായി. മോള് സ്റ്റില് നാട്ടിൽ തന്നെയാണ്. അവൾക്ക് 5 വയസ്സായി. അവളെ LKG UKG പഠനം നാട്ടിൽ നടന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം എന്റെ പപ്പയുടെ പെങ്ങള് ഇവിടെ സൗദിയിലായിരുന്നു ജോലി ചെയ്ത്. അമ്മാമ്മ നാട്ടിൽ പോകുന്ന സമയത്ത് അമ്മാമ്മ വിടാനായിട്ട് എയർപോർട്ടിൽ പോയപ്പോ വിസിറ്റിംഗ് വിസയിൽ വന്ന ഒരു കുഞ്ഞിനെ വിടാനായിട്ട് ഒരു മാതാപിതാക്കളുടെ എയർപോർട്ടിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ. അപ്പൊ ആ കുഞ്ഞ് മമ്മി എന്നെ വിടല്ലേ വിടല്ലേ എന്ന് വിളിച്ച് കരയുക. അപ്പൊ എന്റെ മനസ്സിനെ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുക. കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങളുടെ മോളും വരും. അപ്പൊ ഞാന് അത് കണ്ടപ്പോ എനിക്ക് വല്ലാതെ വിഷമിച്ചു. കർത്താവേ, ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവല്ലേ. എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് വീണ്ടും വല്യപ്പച്ചി പ്രായമാണ്. ഉപ്പാപ്പനെ അമ്മാമ്മ എന്റെ അനിയത്തി, അതായത് ഉപ്പാപ്പന്റെ മോള്, അവൾ നഴ്സിംഗിന് വേണ്ടി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവളെ ഇങ്ങനെ കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പൊ അവളുടെ വിസിറ്റിംഗ് വിസയിൽ അവൾ ഇവിടെ വന്ന സമയത്ത് എന്റെ ഇങ്ങനെ അവളെ വിടാനുള്ള സമയമായി. 3 മാസം കഴിഞ്ഞ് അവളെ മടക്കി വിടാനുള്ള സമയമായപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് വേദനിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുക. അപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദൈവദാസൻ 7 ദിവസം ഉപവാസം എടുക്കുന്ന ആ ഒരു സമയത്ത് എന്റെ പ്രിയപ്പെട്ടവൻ വേസ്റ്റ് കളയാനായിട്ട് ബലദിയ എന്ന് പറയും ആ ബോക്സിന്റെ അവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എന്നാടാ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, കൊച്ചിനെ വിടാൻ സമയമായി, 2-3 ദിവസം കഴിഞ്ഞ് അവളെ വിടണം എന്ന്. അതിങ്ങനെ വിഷമിച്ചിരിക്കുക. ഞങ്ങൾ വിസിറ്റിംഗ് വിസ പെർമനന്റ് ആക്കാനൊക്കെ നോക്കും, പക്ഷെ അങ്ങനെ ഒരു പറ്റത്തില്ലല്ലോ, വിസിറ്റിംഗ് വിസയിൽ വന്നാൽ പെർമനന്റ് വിസ ആവത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു സൗദി അറിയാം, നീ ഒന്ന് പരിചയപ്പെട്ട് നീ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്റെ ഹസ്ബൻഡ് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, നീ എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോവാ എന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ വീണ്ടും 7 ദിവസം ഉപവാസം എടുത്തു. ഉപവാസത്തിന്റെ 7ാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കടന്നു വന്ന ദേവദാസൻ എന്റെ വീടിന്റെ കോറിഡോറിലോട്ട് കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കും എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും മൂടാടി സഞ്ചരിക്കും. ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കയറുന്നത്. അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയമൊന്നും അറിയത്തില്ല. അപ്പൊ അദ്ദേഹം ഒന്ന് ശക്തമായ ശുശ്രൂഷയാണ്. അന്ന് രാവിലെ എന്റെ ഹസ്ബൻഡ് ഈ ജവാസത്ത് പറയുന്ന സ്ഥലത്ത് മോളുടെ ഈ സൗദി തന്ന ഡീറ്റെയിൽസ് എല്ലാമായിട്ട് പോയപ്പം എന്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് ക്യൂ നിൽക്കുമ്പോഴും പെട്ടെന്ന് അത് ഷട്ട് ഡൗൺ ആയിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താപ്പച്ച, അപ്പായെ 7 ദിവസം ഉപവാസം, ഞാനൊന്നും കഴിക്കത്തില്ല. നീ എന്ന് എന്റെ കൊച്ചിന്റെ വിസയാവുന്നു അന്നേ ഞാൻ ഈ ആഹാരം കഴിക്കത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി അപ്പയ്ക്കാ ചെയ്യണം, അതുകൊണ്ട് എന്റെ കൊച്ചിന്റെ കാര്യം അപ്പ ചെയ്യണമെന്ന് പറഞ്ഞ് പാസ്റ്റർ എല്ലാവരും ആഹാരം കഴിച്ചു. എന്റെ ഹസ്ബൻഡും ആഹാരം കഴിച്ചു. ഞാനൊരു ഉപവാസം നിർത്തിയില്ല. എത്ര ദിവസം മുന്നോട്ട് പോകുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒത്തിരി എന്താ പറയുക, നിർബന്ധ ബുദ്ധിക്കാരിയാ. എന്റെ അപ്പന്റെ സന്നിധി, എന്റെ
കർത്താവിന്റെ സ്നേഹം, ഞാൻ ഒത്തിരി നിർബന്ധ ബുദ്ധിക്കാരി, അങ്ങനൊന്നും പ്രാർത്ഥിക്കരുതെന്നൊക്കെ എല്ലാരും പറയും. പക്ഷെ ഞാൻ നിർബന്ധ ബുദ്ധിക്കാരി, അതെനിക്കറിയത്തില്ല. ഞങ്ങളുടെ ബന്ധത്തിന്റെ ഡീപ്പായിരിക്കാം. ഞാൻ പറയും, എനിക്ക് ചിലപ്പോൾ നിർബന്ധം പിടിക്കും, എനിക്ക് അപ്പായെ തന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. ചിലപ്പോൾ തെറ്റാണെന്നൊക്കെ, ചില കാര്യങ്ങളിൽ തെറ്റാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനും ആ ദൈവവുമായുള്ള ബന്ധം എന്ന് പറഞ്ഞ ആ ഒരു ബന്ധമാ. അതുകൊണ്ട് എന്റെ നോർമൽ അപ്പനോട് ഞാൻ എങ്ങനെ നിർബന്ധം പിടിക്കുന്നു, അതേ നിർബന്ധമാണ് ഞാൻ ഇവിടെ ഈ അപ്പനോട് ഞാൻ കാണിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ അപ്പ എനിക്ക് കുറച്ചു നേരം എനിക്ക് ക്ഷീണമാകും, അത് പ്രശ്നമാകും, പിന്നെ വിശ്വാസത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടാണെന്ന് പിന്നെ പേരാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിറുപിറുക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആ ഒരു സ്വഭാവം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോ പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പോ എന്റെ ഹസ്ബൻഡ് ജവാസത്തിലേക്ക് പോയപ്പോ ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഇന്നലെ ഞാൻ ആഹാരം കഴിക്കേണ്ടതായിരുന്നു, എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് ഇതുവരെ ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല, ഉപവാസമാണെന്ന് വെച്ചാൽ ഉപവാസമാണ്, പക്ഷെ ഈ പിറുപിറുപ്പ് എന്റെ കയ്യിലുണ്ട്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ ചെന്നു, എല്ലാ ഡോക്യുമെന്റ്സും നോക്കി, പെട്ടെന്ന് തന്നെ ആ ഇക്കാമ, അതായത് ഇവിടെ നിൽക്കേണ്ട പെർമനന്റ് വിസയുടെ ഇക്കാമ അടിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. വിസിറ്റിംഗ് വിസയിൽ വന്ന ആൾക്ക് പെർമനന്റ് വിസ കൊടുത്ത്, ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുഞ്ഞിനെ കർത്താവ് ഇവിടെ നിർത്തി അവളുടെ 12ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇപ്പോൾ അവള് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ മാംഗ്ലൂരിൽ 4th ഇയർ സ്റ്റുഡന്റ് ആയിരിക്കുന്നു. സ്തോത്രം. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ആരും സഹായമില്ലാതെ ആമേൻ എല്ലാ വാതിലുകളും അടയുമ്പോൾ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള വിഷയത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അനുഭവത്തിലൂടെ തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരിക്കലും ലജ്ജിതമായി പോയിട്ടില്ല. ഹല്ലേലൂയ. ഭാരം വെക്കുവാൻ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുഹൃത്തുക്കളോട് അല്ലെ പ്രിയപ്പെട്ടവരോടൊക്കെ ഭാരം ഷെയർ ചെയ്യുന്നവരാ. പക്ഷേ ഞാൻ പറയട്ടെ, കണ്ണുനീര് മനുഷ്യന്റെ മുമ്പിൽ ഒഴുക്കരുത്. ആ ഓരോ തുള്ളി കണ്ണുനീര് അപ്പന്റെ സന്നിധിയിലേക്ക് ഒഴിക്കാൻ ഓരോ തുള്ളിക്കും പ്രതിഫലം തരുന്ന ദൈവം. അതൊന്നും വേസ്റ്റ് അല്ല, ഒരു തുള്ളി പോലും വേസ്റ്റ് ഇവാപറേറ്റ് ചെയ്തൊന്നും പോകത്തില്ല, അതൊന്നും ബാഷ്പീകരിച്ച് പോകുന്ന ഒന്നുമല്ല. അതിനൊക്കെ ഹല്ലേലൂയ തുരുത്തിയിൽ നിറയുന്ന അനുസരിച്ച് വിടുതലുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അത് അനുഭവത്തിലൂടെ പറയുമ്പോ, വിതച്ച് കഴിയുമ്പോൾ അത് ആർപ്പോടെ ആ കൊയ്തെടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങള് സന്തോഷത്തോടെ ഇവിടെയും മക്കൾ രണ്ടുപേരും ഞങ്ങള് സന്തോഷമായിട്ട് ഇവിടെ പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഫസ്റ്റ് കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇവിടെ തീരെ സാലറി കുറവാണെന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കറിയാവുന്ന, ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഒരു ദേവദാസൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ എൻ്റെ ഈ കോൺട്രാക്ട് പേപ്പർ കൊണ്ട് പറഞ്ഞു, പാസ്റ്റർ അത് പ്രാർത്ഥിക്കും പാസ്റ്റർ, എനിക്ക് ഇവിടെ നിൽക്കാൻ തീരെ സാലറി കുറവല്ലേ, ഈ സാലറിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാ ജോലി ചെയ്യുന്നത്? എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ, എന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ നല്ല സാലറി വാങ്ങിച്ച് ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പം എനിക്ക് ഒരു നല്ല സാലറി വേണം. ഞാനൊരു എമൗണ്ട് ഇങ്ങനെ മനസ്സിൽ വെച്ചു. അപ്പോ കർത്താവിന്റെ ദാസൻ പറഞ്ഞൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം പ്രാർത്ഥിച്ച ആത്മാവിൽ എന്നോട് ചില ദൂതുകൾ പറഞ്ഞു. ആ ദൂതര് ഞാൻ ഏറ്റെടുത്ത്, എന്നോട് ഇനി ഒരു കുഞ്ഞു ആണെങ്കിലും വചനം പറഞ്ഞാലും ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരാണോ പറയുന്നതെന്ന് എനിക്ക് വിഷയമല്ല. എന്നോടാണ് ദൈവാത്മാവ് ഇടപെട്ടെങ്കിൽ അത് എന്നോട്, ഞാനൊരു വ്യക്തി പറഞ്ഞതായിട്ടല്ല, എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞതായിട്ടാണ് ഞാൻ കാണുന്നത്. ആര് കുഞ്ഞാണെങ്കിലും എന്നെക്കാട്ട് ഇളയവരാണെങ്കിലും, ഞാൻ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ വചനം പറഞ്ഞാൽ ഞാൻ അത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ക്രമീകരിക്കാനുള്ളതാണെങ്കിൽ ക്രമീകരിക്കുവാൻ, എന്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തമാണെങ്കിൽ ഏറ്റെടുക്കുവാൻ, ഞാനത് എനിക്കായിട്ട് തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കൃപ കർത്താവ് എനിക്ക് തന്നത്, അത് ഞാൻ സ്വയമായിട്ട് നേടിയെടുത്ത ആ ഒരു കൃപയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നപ്പോ ഞാനിത് ഏറ്റെടുത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ വളരെ തുച്ഛമായ സാലറിക്ക് പാസ്റ്റർ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത്. ആ ഹോസ്പിറ്റലിന്റെ നിയമം അനുസരിച്ച് 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫസ്റ്റ് കോൺട്രാക്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ ഇരിക്കുന്നപ്പോ എന്റെ മേലുള്ള വാഗ്ദത്തം വലിയ വാഗ്ദത്തമാണ്. എന്റെ ബുദ്ധിയിൽ എനിക്ക് ഇമാജിൻ ചെയ്യാത്ത വാഗ്ദത്തമാണ് ദൈവദാസൻ എന്നെ കേൾപ്പിച്ചത്. നിന്റെ യൂണിഫോം മാറ്റും, നീ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആകും, അവിടുന്ന് നീ ഒത്തിരി ലക്ഷക്കണക്കിന് റിയാലുകളുടെ വൗച്ചറുകൾ നീ സൈൻ ചെയ്യും, നിന്റെ സൈനിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കും, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തമാണ്. ഈ പാവം പിടിച്ച് എനിക്ക്
അതിനൊന്നുള്ള കഴിവില്ല. അങ്ങനെയുള്ള സാഹചര്യം എന്റെ സ്വപ്നത്തിൽ പോലും ആയാൽ തന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ ഫസ്റ്റ് കോൺട്രാക്റ്റിൽ തന്നെ ടെർമിനേറ്റ് ആയി, പ്രഗ്നൻസി ടെർമിനേറ്റ് ആയി. റീഹെയർ ചെയ്ത വ്യക്തി, യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോഴാണ് ഈ വാഗ്ദത്തം കേൾക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ അവിടുത്തെ ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ബൈജു ചേട്ടൻ, ഞങ്ങൾ ബൈജു തോമസ് അദ്ദേഹം ഞങ്ങൾ നഴ്സ് മാനേജറായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ബൈചേട്ടൻ എന്നെ വിളിച്ചിട്ട്, ടിജിക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണല്ലോ എക്സ്പീരിയൻസ്, ഒരു എമർജൻസി കമ്മീഷനിങ്ങിന് വേണ്ടി വരാമെന്ന് ചോദിച്ചാൽ ഞാൻ വരാൻ ബൈചേട്ടാ, എനിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അറിയാമെന്നൊക്കെ പറഞ്ഞു. കാരണം എന്റെ പേരിൽ ഈ വാഗ്ദത്തം കിടക്കുക. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ബൈചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങും. ആ ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റിയിലേക്ക് അത് കമ്മീഷൻ ചെയ്യണം. കമ്മീഷനിങ് എന്ന് പറയുമ്പോൾ പാസ്റ്ററെ ആ ഒരു ബിൽഡിംഗ്, ഒരു സ്കെലിട്ടൺ, ആ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണ്ട എക്യുപ്മെന്റ്സ്, അവിടുത്തെ വേണ്ട ബെഡ്, പോളിസി, പ്രൊസീജിയർ, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അതാണ് കമ്മീഷനിങ് എന്ന് പറഞ്ഞത്. സോറി. അപ്പൊ ഞാനത് പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്റെ മേൽ വാഗ്ദത്തം കിടക്കുക. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അവിടേക്ക് ചെന്ന് കർത്താവ് എന്റെ മേൽ പകർന്ന വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ഓർത്തോ ഹോസ്പിറ്റലില്, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഈ ഡിപ്പാർട്ട്മെന്റ് കമ്മീഷൻ ചെയ്യുവാൻ കർത്താവിനെ കൃപ ചെയ്തു. അങ്ങനെ ആ ഹോസ്പിറ്റല് ഓപ്പണായി. അവിടെ ഞാൻ സാധാരണ ഒരു സ്റ്റാഫ് നഴ്സായിട്ടാണ് കയറിയത്. അടുത്ത ലെവൽ എന്ന് പറഞ്ഞ ടീം ലീഡറാ. SN 321 അങ്ങനെയാണ് ഞങ്ങളുടെ പൊസിഷൻ പോകുന്നത്. ഞാൻ കയറിയത് SN 3 ആയിട്ടാണ്. അതിന്റെ 2-1 ലെവൽ വീണ്ടും കിടക്കുന്നത്. അതിനുശേഷമാണ് ചാർജ് നഴ്സ്. അപ്പോ SN 3 എന്ന് പറയുന്ന ലെവലിലേക്ക് സ്കിപ്പ് ചെയ്ത് 2 പൊസിഷൻ കഴിഞ്ഞ് ചാർജ് നഴ്സ് എന്ന പൊസിഷനിലേക്ക് 2ാമത്തെ വർഷം, 5 വർഷത്തെ ഒരു പോളിസിയാണ് ഹോസ്പിറ്റൽ നിൽക്കുന്നത്. അപ്പോ ഞാൻ സ്കിപ്പ് ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റ് ചാർജ് നഴ്സായിട്ട്, ആക്ടിങ് ഹെഡായിട്ട് ഞാനിവിടെ ജോലി ചെയ്തു. ദൈവം അറിയിച്ച ആലോചന പോലെ യൂണിഫോം കർത്താവ് മാറ്റി, സാലറി സ്കെയിലിനെ മാറ്റി, ഹൗസിംഗ് മാറ്റി, എല്ലാ രീതിയും മാറ്റി. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഇതായിട്ട് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ ദൈവത്തിന്റെ ദാസനിൽ അറിയിച്ച ലക്ഷക്കണക്കിന് റിയാലുകളുടെ വൗച്ചറുകൾ സൈൻ ചെയ്യാനും, ഒരുപാട് കമ്പനിക്കാര് വന്ന് ഒരു സൈൻ ചെയ്തു തരാമോ, അവരുടെ എക്യുപ്മെന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ദൈവം എന്നെ മാറ്റി. ഏകദേശം 104 സ്റ്റാഫ്സിന്റെ ചാർജായിട്ട് ഞാനവിടെ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാസ്റ്റർ ഇനി ഒരു അത്ഭുതം ഞാൻ പറയാൻ പോവാം. ദൂതനെ ഇറക്കി ദൈവം പിടിപ്പിക്കുന്ന അത്ഭുതം ഞാൻ പറയാൻ പോവാം. ആ ഡിപ്പാർട്ട്മെന്റില് ഏറ്റവും നല്ല ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതായ ഒരു പദവി ലഭിക്കുവാനിടയായി. ഞാൻ പറയും, പുതുശ്ശേരി മലയിലെ ഏതോ കുഗ്രാമത്തിൽ കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ MSc നഴ്സുമാരും BSc നഴ്സുമാരും PhD ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. ദൈവത്തെ സേവിക്കുന്നവർ ആരാണ്, ദൈവത്തെ അറിയുന്ന മക്കളെ അവൻ ഉയർത്തുവാൻ കഴിയുന്നൊരു ദൈവ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം ദേവദാസൻ പ്രസംഗിച്ചപ്പോ അവൻ പറയും, നമ്മള് വിശ്വാസി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ കണ്ട അവൻ ഇറങ്ങി തിരിച്ചിട്ട് അവൻ ഈ നന്മയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരും ഒന്ന് സ്തോത്രം ചെയ്യാനായിട്ട് ചില നന്മകളൊക്കെ നമുക്ക് വരുമെന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആളില്ലാഞ്ഞിട്ടോ അല്ല എന്റെ പുറകിൽ സീനിയേഴ്സ് ഇല്ലാഞ്ഞിട്ടോ ഒന്നും അല്ല എനിക്ക് ആ പൊസിഷനിലേക്ക് ദൈവം കൊണ്ടുവന്നത്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവൻ, കണ്ണീരിന് മറികടക്കാത്തവൻ, ഹല്ലേലൂയ, അവൻ ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു COPD, അതായത് ശ്വാസം മുട്ടലുള്ള ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പം ആ പേഷ്യന്റ് ഓക്സിജൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ സാധാരണ രീതിയിൽ നെബുലൈസേഷൻ കൊടുക്കാനുള്ളതായ നെബുലൈസർ അവിടെ ഉണ്ടെങ്കിലും ആ കൺസൾട്ടന്റിന് പ്രത്യേക രീതിയിലുള്ള ഒരു എക്യുപ്മെന്റ് പേര് പറഞ്ഞിട്ട് ഇത് മൂലം അവിടെ നെബുലൈസേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ സംഭവം ഇല്ല. അയാൾ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. നീ അല്ലേ ഇത് കമ്മീഷൻ ചെയ്ത്, നിനക്കറിയത്തില്ല ഇത് വേണമെന്ന്. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായി. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അടുത്തൊരു ബ്രാഞ്ച് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റിനുള്ളിൽ ചെല്ലാനുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ വിളിച്ചു ചോദിച്ചാലും ആ 20 മിനിറ്റ് കൊണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ സാധനം വന്നാൽ ഇത് എമർജൻസി ലൈഫ് സേവിങ് സിറ്റുവേഷൻ ആയിട്ട് കിടക്കുക. അപ്പോ ഈ ഡോക്ടർ മെഡിക്കൽ അഡ്മിനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇങ്ങനെ സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എല്ലാവരും പോയിന്റ് ചെയ്യാനിടയായി. അപ്പൊ ഞാൻ ബയോമെഡ് അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യുക,
അപ്പൊ ഇയാള് ഒത്തിരി വല്ലാതെ വഴക്ക് പറയുക. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എന്നെ നിന്നയാക്കല്ലേ, എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു. എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നു. ഞാൻ ആ റിസസിറ്റേഷൻ റൂമിന്റെ ഫ്രണ്ട് നിൽക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ ഒരു കയ്യിൽ ഒരു ബോക്സുമായിട്ട് വന്നിട്ട് അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, സർ എന്താ വേണ്ടേ എന്ന് പറഞ്ഞു. എനിക്ക് ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു B3 ആണെന്ന് പറഞ്ഞു, ഞാൻ തന്നെ B2 ആണെന്ന് പറഞ്ഞു, ഞാൻ തന്നെ എലിവേറ്ററിന്റെ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കയറ്റി വിടാനായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലെ ബോക്സിലേക്ക് പെട്ടെന്ന് എന്റെ കണ്ണ് ഉടക്കി. അപ്പം ഈ ഒരു 10 മിനിറ്റ് ആയി ആ പേഷ്യന്റ് വന്നിട്ട്. ഇതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴാണ് ഈ കൺസൾട്ടന്റ് വിളിച്ച് മെഡിക്കൽ അഡ്മിനോട് എന്നെ ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അവരെന്നെ വിളിച്ച് കുറെ ഷൗട്ട് ചെയ്തു. അപ്പോ ഈ സാധനം ഇരിക്കുന്നത്, ഞാൻ പെട്ടെന്ന് ചാടി ഇത് പിടിച്ചിട്ട് ഞാൻ ആ ബയോമെട്രിനോട് പറഞ്ഞു, ഇത് ഓവറാ നീ ഒന്ന് ചെക്ക് ചെയ്തേ ഇതെന്താ സാധനം എന്ന്. എനിക്ക് എന്താണോ സാധനം ആവശ്യമുള്ളത് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് സാധനം അതാണ്. ആ ഡോക്ടർ എന്തിനാണോ എന്നെ വഴക്ക് പറഞ്ഞത് ആ സാധനം ആ മനുഷ്യന്റെ കയ്യിൽ ഇരിക്കുക. ഞാൻ പെട്ടെന്ന് ആ ബയോമെട്രി അത് ഓപ്പൺ ആക്കി, ഞങ്ങളത് വോൾ മൗണ്ടഡ്, അത് വോളിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ പേഷ്യന്റിന് ആവശ്യമുള്ളതായ ട്രീറ്റ്മെന്റ് ഞങ്ങൾ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് ഞാൻ പെട്ടെന്നൊരു പർച്ചേസ് ഓർഡർ എടുത്തിട്ട് ഈ സാധനം റിക്വസ്റ്റ് ചെയ്തിട്ട് ആ മനുഷ്യന്റെ ഫോൺ നമ്പറും എല്ലാം കൂടെ വെച്ച് ക്ലിപ്പ് ചെയ്തിട്ട് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് വിട്ടിട്ട്, അപ്പൊ പറഞ്ഞു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ സാധനം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. പാസ്റ്ററെ കേൾക്കണമോ? ഈ 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വിട്ടു. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാം പ്രോസസ് ചെയ്തു. ഈ മനുഷ്യന്റെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ മനുഷ്യന്റെ നമ്പറിൽ വിളിച്ചിട്ട് ആൻസർ ചെയ്യുന്നില്ല. ഞാൻ എന്റെ ഫോണിൽ നിന്നും ബയോമെഡും ഒക്കെ ഫോണിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഒരു നമ്പറേ ഇല്ല. ആ മനുഷ്യനെ വീണ്ടും കണ്ടിട്ടേ ഇല്ല. ആ മനുഷ്യൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് ദൂതനെ ഇറക്കി ആ സാധനം അവിടെ കൊണ്ടുവന്ന എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവ സാന്നിധ്യത്തെ ഞാൻ ഇന്ന് പകല് ഷെയർ ചെയ്യുമ്പോൾ ദൂതൻ ഇറങ്ങും. നിശ്ചയമായിട്ട് ഗിദെയോന് വേണ്ടി ഇറങ്ങിയതുപോലെ ഹല്ലേലൂയ, ചില യുദ്ധങ്ങളെ ഏറ്റെടുക്കുവാൻ ചിലയിടത്ത് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഹല്ലേലൂയ നമ്മളിലൂടെ അങ്ങനെയുള്ള അവസരം ഉണ്ടാകുവാൻ നമ്മുടെ ദൈവം, എന്റെ അപ്പ അങ്ങനെ അനുവദിക്കുന്ന ഒരു അപ്പനല്ല. സ്തോത്രം. അവൻ ആർക്കും കടക്കാരനല്ലെന്ന് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ നഴ്സിംഗ് ഫീൽഡിൽ ഒത്തിരി പേർക്ക് ആശ്വാസമായി തീർന്നതായ ഒത്തിരി അനുഭവങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാനിപ്പോ ഈ സമയം എടുക്കുന്നില്ല, കാരണം അത് ഒത്തിരി വേറെ അനുഭവങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് തന്നെ പറയുവാൻ ഒരുപാടുണ്ട്. അങ്ങനെ ദൈവം എന്നെ അവിടെ നടത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹെഡ് നഴ്സിന്റെ പൊസിഷനിലേക്ക് വന്നു. അവൾ ഈ കാലയളവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് നഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ മഹത്വം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അതിന് പക്ഷെ 4 ദിവസമായി നാറ്റം വെച്ച് സാധ്യതയില്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ആ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ഇന്നും എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പറയുവാൻ എനിക്ക് ഒരുപാടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എന്റെ സഹോദരന് അവൻ അങ്ങനെ കുടുംബമായിട്ട് മുൻപോട്ട് പോയി. അവന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനൊന്നും ഇല്ല. മാതാപിതാക്കൾ ഇല്ല എന്നൊഴിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ പോകുന്നു. അവന് 2 കുഞ്ഞുങ്ങളെ ലഭിക്കുവാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ വൈഫ് 3ാമത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ അവരെങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. എന്റെ ജീവിതം എനിക്ക് ഭയങ്കരമായ ഒരു അസ്വസ്ഥത, എന്തോ എനിക്ക് അങ്ങ് വല്ലാത്ത വിഷമം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം ഒരു ദിവസം എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുകയാണ്. അപ്പൊ ഞാൻ എന്തോർക്ക് എന്തായത് എന്നാ കാരണം അപ്പച്ച എന്താ എന്നൊന്നും കർത്താപ്പച്ചനോട് ഒന്നും പറയുന്നില്ല. സാധാരണ ഞാൻ സ്വപ്നങ്ങളിലൂടെയൊക്കെ എനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് എന്നെ അറിയിക്കാറുള്ളൂ. ഒന്നും ഒരു ബ്ലാങ്ക് ആണ്, ഒന്നും അറിയത്തില്ല. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങ് ഭയങ്കര ഭാരം. ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചു, കരയുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഒരിക്കലും ഹല്ലേലൂയ എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വരുന്നു, എന്റെ ആങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുഞ്ഞുങ്ങള് അല്ല ഉപ്പാപ്പന ഒക്കെ വരുമ്പോൾ കുറച്ചു നേരം അവനെ വിളിച്ചാലൊന്നും അവിടെയും ഒക്കെ പാത്തിരുന്നിട്ട് കുറെ കഴിയുമ്പോൾ ഇറങ്ങി വരും. അത് കഴിഞ്ഞ് എന്താ പറയാ, അവനൊരു ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ അവൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ കറക്റ്റ് 6 മണി 7 മണി ആകുമ്പോൾ വീട്ടിലെത്തും. അത് ആ ഒരു സ്വഭാവമുണ്ട്. നൈറ്റ് ഡ്യൂട്ടി അല്ലാത്ത സമയങ്ങളിൽ 7 മണിയാകുമ്പോൾ അവർ എങ്ങനെ പോയാലും വീട്ടിലെത്തും. ഇനി പിന്നെ വേറെ സ്വഭാവം, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ പറയത്തില്ല, അങ്ങനെ പോയി ചിലപ്പോൾ ഹോസ്പിറ്റൽ കാര്യമായിരിക്കും, അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത്. പക്ഷെ 7 മണിയാകുമ്പോഴത്തേന് എങ്ങനെയും ആള് എത്താനായിട്ട് നോക്കുന്ന ഒരു പ്രകൃതി. അപ്പൊ ഇവനെ ഒരു 5 മണിയൊക്കെ അവനെ 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയതാണ്. ആ സമയത്ത് വരാതായപ്പോ നാത്തൂൻ അന്വേഷിച്ചു. നാത്തൂൻ അന്ന് 6 മന്ത്സ് പ്രഗ്നന്റ് ആണ്. അവനെ കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അവൻ അവിടെ എവിടെയെങ്കിലും കാണും, അവൻ എവിടെ പോകാൻ. അപ്പൊ ഇവരെന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഉണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ വിളിച്ചു പറയത്തില്ലല്ലോ എന്നൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പം മമ്മി മരിച്ചിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ആങ്ങള അന്ന് ഒരു ഓഗസ്റ്റ് മാസം ആണ്, നല്ല മഴയുള്ള സമയമാണ്. മഴയുള്ള ആ സമയത്ത് എൻ്റെ ആങ്ങള മീനെ പിടിക്കാനായിട്ട് എന്ന രീതിയിൽ പോയതാണ്. അപ്പം ഞങ്ങളുടെ എൻ്റെ വീടിന്റെ ഇതിനോട് ചേർന്നാണ് പമ്പാ നദിയും തോടും എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോ അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ എൻ്റെ സഹോദരന് പോയ സമയത്ത് അവിടെ കലുങ്ക് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പം വെള്ളം ഇങ്ങനെ ശക്തമായ ഒഴുക്കും ഭയങ്കര മഴയുമാണ്. അവൻ ഇങ്ങനെ ആ കലുങ്കിൽ കൂടെ നടന്നപ്പോ സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പായിട്ട് അവൻ വീണതാകാം. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അവനെ പെട്ടെന്ന് കാണാതെയായി. അവന്റെ ശരീരം പിന്നെ 3-മത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അവന് താഴേക്ക് വീണ് തലമുട്ടി എന്ന് തോന്നുന്നവന്റെ പുറകിൽ ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് നീന്തറിയാവുന്നവരാണ്. ഏത് ആഴത്തിലും പമ്പാനദി അക്കരയും ഇക്കരയും നീന്തി ഞങ്ങളുടെ കയറിയിട്ടുള്ള അത്രമാത്രം ഞങ്ങൾ സ്വിമ്മിങ്ങില് വളരെ എക്സ്പേർട്ടുകളാണ്. പക്ഷെ അവന്റെ കാലിൽ ഒരു ഇഞ്ച വന്ന് കുരുങ്ങിയിട്ട് എന്റെ കുഞ്ഞിന് നീന്താൻ പറ്റിയില്ല. അങ്ങനെ എന്റെ ഏക സഹോദരനും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്റെ മാതാപിതാക്കൾ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച ഭവനത്തിൽ അവർ 3 പേര് ഇരുന്നില്ല, ഞാൻ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ ഒത്തിരി തകരപ്പെട്ടു, ഒത്തിരി നിരാശയിലേക്ക് പോയി. അങ്ങനെ വീണ്ടും ഒത്തിരി ചോദ്യങ്ങളായി. ഒത്തിരി പേര് ദുർമരണമെന്ന് പറഞ്ഞു, അകാലത്തുള്ള മരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി നിന്നയുടെ അനുഭവത്തിലേക്ക് പോയി. പക്ഷെ ഇന്ന് നിലനിൽക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകണ്ട, അല്ലെങ്കിൽ സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതായ ഒരുപാട് അനുഭവങ്ങൾ വന്നു. അങ്ങനെ അവന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഒത്തിരി തകർന്നു. ഇന്നും എന്റെ ജീവിതത്തില് പപ്പയും മമ്മിയും മരിച്ചൊക്കെ ഞാൻ ഏകദേശമൊക്കെ അംഗീകരിച്ചു. പക്ഷെ എന്റെ സഹോദരന്റെ മരണം എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് ജീവിതത്തിൽ നിൽക്കുന്നു. എങ്കിൽ തന്നെയും ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുമ്പോ കർത്താവിനെ നടത്തിയ വഴികളിൽ എന്നെ തള്ളിക്കളഞ്ഞില്ല, എന്നെ ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് പകലും എനിക്ക് പറയുവാനായിട്ട് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവര് 3 പേരും എനിക്ക് നഷ്ടപ്പെട്ട ഒരു വേർപാടിന്റെ ദുഃഖം എന്തെന്ന്, അതിന്റെ ആഴം എന്തെന്ന് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. അപ്പൻ മരിച്ചതും അമ്മ മരിച്ചതും സഹോദരനൊക്കെ നഷ്ടപ്പെടുന്ന അനുഭവം എന്താണെന്ന് ജീവിതത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ പ്രായത്തിനിടയിൽ ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ ഇടയായെങ്കിൽ തന്നെയും അതിന്റെ നടുവിൽ ഞാൻ തകർന്നു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിച്ചിട്ടില്ല. ഇന്നും എന്നെ നിലനിർത്തിയിരിക്കുന്നു. അങ്ങനെ മുൻപോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് കർത്താവ് വിവിധമായ ശുശ്രൂഷകളൊക്കെ ദൈവം എന്നെ ഏൽപ്പിക്കുവാനിടയായി. രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവിന്റെ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി അതൊക്കെ പറയുവാനും പ്രാർത്ഥിക്കുവാനും അതേ സംഭവങ്ങളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടക്കുമെന്നൊക്കെ കാണുവാനൊക്കെ ഇടയായി. അതിലൊന്നാണ് കേരളത്തിൽ കഴിഞ്ഞിടയിൽ നടന്ന ഒരു വെള്ളപ്പൊക്കം. കർത്താവിന്റെ ആത്മാവ് എന്നെ എന്ത് കാണിച്ചു അതുപോലെ തന്നെ ഈവൻ കാലാവസ്ഥാ നിരീക്ഷകർ പോലും പറയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ അത് കേൾക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെ അറിയിക്കുവാനും അങ്ങനെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കർത്താവിനെ ഉപയോഗിച്ച് അനേക വേദികളിൽ കർത്താവിനെ ദൈവത്തിന്റെ വചനവുമായിട്ട് നിർത്തി അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഞങ്ങൾ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാനിടയായി. അങ്ങനെ
എന്റെ പ്രിയപ്പെട്ടവനോട് ആ സഭയുടെ സഭയുടെ സ്ഥാനം ഏറ്റെടുക്കുവാനായിട്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അതിന് തയ്യാറായില്ല. ഞങ്ങളുടെ മിനിസ്റ്ററെ സപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറമായിട്ട് ശുശ്രൂഷ സ്ഥാനത്തേക്ക് ഒന്നും വരുവാനുള്ള യോഗ്യതയോ അതിനുള്ളതായ ഒരു അനുഭവ പാഠങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഒരു സഭയെ നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ടതായ പ്രത്യേക കൃപയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയെങ്കിൽ തന്നെയും അത് ഞങ്ങളുടെ മേൽ തന്നെ വീണു. അദ്ദേഹം തന്നെയല്ല, അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഒത്തിരി ദേവദാസന്മാരുണ്ട്. അങ്ങനെ ഞങ്ങള് ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനിടയായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചാല്, ആമേൻ, ചേറ്റുകുഴിയിൽ കിടന്ന് എന്നും ഞങ്ങളുടെ പ്രാർത്ഥന ആരാധനയിൽ മോൻ അതാണ് പാടുന്നത്. ചേറ്റുകുഴിയിൽ കിടന്നതല്ലോ ഓർത്തു നോക്കിയാൽ നാറ്റമല്ലോ ഭവിച്ചതൻ ജീവിതത്തിൽ മാറ്റിയല്ലോ എന്റെ ജീവിതത്തെ മാറ്റമില്ലാത്ത ദൈവസ്നേഹത്താല്. ആ പാട്ടിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അത് എന്റെ അനുഭവമാണെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. അങ്ങനെ ശുശ്രൂഷയിൽ കർത്താവ് എന്റെ പ്രിയപ്പെട്ടവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കൈത്താങ്ങലായിട്ട് എന്നെയും രണ്ട് മക്കളെയും കർത്താവ് നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിന്ദിക്കപ്പെടുവാൻ കർത്താവ് അനുവദിച്ചില്ല. അതിനിടയ്ക്കിൽ വെച്ച് പാസ്റ്റർ ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഞങ്ങൾ നിന്ദിക്കപ്പെട്ടല്ലോ, ഒത്തിരി നിന്ദിക്കപ്പെട്ടു. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിത്തം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ലഭിക്കേണ്ട നന്മകളൊക്കെ ലഭിക്കാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഒരിക്കലും അതിന്റെ മേൽ പെറുപിറുക്കുവാനോ ഒന്നും ഇടയായിട്ടില്ല. പക്ഷെ ദൈവം ഞങ്ങളെ ശ്രേഷ്ഠകരമായിട്ട് നടത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം ആലയത്തിൽ വന്നിരുന്നു. കർത്താവ് ഒരു വീട് വേണം, എനിക്കൊരു വീട് തരണേ എന്നിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് വിസിറ്റിങ്ങിന് വന്നൊരു ദേവദാസൻ മെസ്സേജിലൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇങ്ങനെ പുറകിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻട്രഡക്ഷനിൽ ദൈവത്തിന്റെ ആലോചന അറിയിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു അടയാളം പറഞ്ഞു, ഈ ഒരു വീട് നിങ്ങളുടെ സ്വന്തം ദേശത്ത് ദൈവം ഒരുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ ഒരു വീടിന് വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ ജില്ല വരെ പോയി നോക്കി. പത്തനംതിട്ടയുടെ പല ഭാഗങ്ങൾ, അടൂരൊക്കെ പോയി വീട് നോക്കി. ഞങ്ങൾക്കൊരു വീട് പണിയാനുള്ള സാഹചര്യമല്ല, കാരണം നോക്കി നടത്താനൊന്നും ആരുമില്ലല്ലോ. അതുകൊണ്ട് വീട് വാങ്ങിക്കുക എന്നാണ് ഉചിതമെന്ന് ഞങ്ങളുടെ ബുദ്ധിയിൽ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ഭവനത്തിന്റെ അടയാളം തന്നു. അടയാളം തന്ന സമയത്ത് ഒരിക്കൽ വെക്കേഷന് പോയ സമയത്ത് എന്റെ ഹസ്ബൻഡും മോനും കൂടെ നടന്നിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വീടിന്റെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ കണ്ടു. അപ്പൊ ആ വീട്ടിലെ അമ്മച്ചി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, ഈ വീട് വിൽക്കാനുള്ളതാണ്. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ അയൽപക്കത്തുള്ള ഒരാൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ അതുണ്ട്, പക്ഷെ അവര് ചോദിക്കുന്ന വില ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ അവിടെ ചെന്ന് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു, എടാ മോനെ, നിനക്ക് ഞാൻ 23 സെന്റ് സ്ഥലവും ഒരു വീടും 30 ലക്ഷം രൂപയ്ക്ക് നിനക്ക് തരാം. 70 ലക്ഷം രൂപ വരെ പറഞ്ഞ വീടാണ്, 30 ലക്ഷം രൂപയ്ക്ക് നിനക്കാണ് ഞാൻ തരാടാ, നിനക്ക് തരാൻ എന്റെ മനസ്സ് പറയുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള 1 ലക്ഷം രൂപ അന്ന് എടുക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. അതിനു മുമ്പ് അതിനിടയ്ക്ക് വേറെ കാര്യം കയറി പറയാനുള്ളത് പാസ്റ്ററെ, ഒരിക്കൽ ഒരു ദേവദാസൻ ഞങ്ങളുടെ സഭയിൽ ഈ വീട് വാങ്ങിക്കുന്നതിന് ഒരു 3-4 മാസം ഒരു ദേവദാസൻ ഹൈദരാബാദിൽ നിന്ന് ഞങ്ങളുടെ ദൈവസഭയിൽ വന്നു. അദ്ദേഹം ആലയം പണിയുടെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ സേവിങ്സിലാകെ 1 ലക്ഷം രൂപയുള്ളൂ. ദൈവാത്മാവിനോട് ഇടപെട്ടു 50,000 രൂപ ആ സഭയ്ക്ക് വേണ്ടി കൊടുക്കാൻ. ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കാതെ ഞാൻ ദൈവത്തിന് തീരുമാനം എടുത്തു കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ തോന്നിയതായ കാര്യത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഓക്കെ കർത്താവേ, അപ്പച്ചൻ പറഞ്ഞാലേ, പപ്പ പറഞ്ഞാലേ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവനോട് എന്ന് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, ഞാൻ ചെക്ക് എഴുതി കൊടുത്തു. പിന്നെ ബാക്കി 50,000 രൂപ അക്കൗണ്ടിലുള്ളൂ. അപ്പൊ 1 ലക്ഷം രൂപയാണ് അവർക്ക് അഡ്വാൻസ് കൊടുക്കേണ്ടത്. ബാക്കി റൈച്ചാന്റെ പപ്പച്ചന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അഡ്വാൻസ് കൊടുത്തു. ഞാൻ ആ ബാക്കി 30 ലക്ഷം രൂപ ഈ 50,000 പിടിച്ച മാസ്റ്ററെ വാങ്ങിച്ചത്. കർത്താവെ, അങ്ങയുടെ ആലയത്തിന് വേണ്ടി ഞാൻ 50,000 കൊടുത്തെങ്കിൽ ഞാൻ ആർക്കും കടക്കാരനാവരുത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. സ്തോത്രം. മുറ്റത്ത് തെങ്ങുള്ളതായ കുടുംബ വീടെന്ന് പറഞ്ഞ റൈച്ചാന്റെ കുടുംബ വീടെന്ന് പറഞ്ഞ വഴിയേ ഇല്ല. അപ്പൊ ഞങ്ങൾ വഴിയുള്ള ഒരു ഇടത്ത് വീട് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മുറ്റത്ത് തെങ്ങും ഗേറ്റും 4 വശത്തും മതിൽ കെട്ടിയതായ ഒരു വീട് തരുമെന്ന് ദൈവം പറഞ്ഞു. അതേ അടയാളം അതേ ദേശത്ത് തന്നെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഞങ്ങൾ പല ദേശത്ത് പോകാനും ആഗ്രഹിച്ചെങ്കിലും ഞങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടു അവിടെ ദൈവത്തിന്റെ നാമനിമിത്തം ഞങ്ങൾ ഉയർത്തുവാൻ ആ അടയാളം പറഞ്ഞ ഭവനം തന്നെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. അതിന് അഡ്വാൻസ് കൊടുത്തു. 1 വർഷം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞത് എഴുതാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ സാമ്പത്തികം ഒന്നും ശരിയായില്ല. പലരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങള് വാങ്ങിച്ച ഒരു പൈസ ഇങ്ങനെ ഞങ്ങൾ ജോലി ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരാൾക്ക് എല്ലാവരോടും പറഞ്ഞൊരു അവധി ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന മറ്റുള്ള കടങ്ങളൊക്കെ വീട്ടിക്കോ, എന്റേത് കുറച്ച് താമസം തന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് ഇച്ചിരി ഒന്ന് കാര്യങ്ങൾ ലഘുവാക്കി എന്ന് ക്രമീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര്
അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭവനത്തിലുള്ളവർ പറഞ്ഞു, അങ്ങനെയല്ല, എന്തുകൊണ്ട് അവൻ താമസിക്കുന്നു, ഒരുപക്ഷെ കളിപ്പിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ഒത്തിരി പ്രചരണങ്ങളൊക്കെ നടത്തുവാനിടയായി. ഞങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച് ഞങ്ങളുടെ ദേവദാസന്റെ ഭവനത്തിൽ ചെന്ന വിശ്വാസികൾ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ള, ആക്ച്വലി കാര്യം എന്താന്ന് വെച്ചാൽ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നിന്റെ ബാക്കി കാര്യം ക്രമീകരിച്ചോ, ഇച്ചിരി സാവകാശമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ ദേവദാസനും, പ്രത്യേകിച്ച് എന്റെ പപ്പയുടെ അനിയൻ, എന്റെ അപ്പനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന, എന്റെ അപ്പനായിട്ട് ഇന്ന് എന്റെ ഭൗതിക ജീവിതത്തിൽ എന്റെ ഉപ്പാപ്പനും അമ്മാമ്മയുമാണ് ഉള്ളത്. അവര് സ്തോത്രം, എന്റെ ഉപ്പാപ്പനെ വിളിച്ച് അവരൊത്തിരി സംസാരിക്കാൻ ഇടയായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പപ്പയാണ് എങ്കിൽ ഞാൻ പിന്നെ സഹിക്കാം. എന്റെ ഉപ്പാപ്പൻ സ്വന്തം മകളെ പോലെ കൊണ്ടു നടക്കുമ്പോൾ ഞാൻ മൂലം അദ്ദേഹത്തിനൊരു നിന്ദയായി തീർന്നല്ലോ എന്ന് ഞാൻ ഒത്തിരി കരയുവാനിടയായി. അന്ന് രാത്രി ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ദൈവസന്നിധിയിലെ കരം കൊടുത്തു എന്ന് പ്രാർത്ഥിച്ചപ്പോ അന്ന് രാത്രി ഒത്തിരി കരഞ്ഞ് കണ്ണു വീർത്താണ് ഞാൻ ഡ്യൂട്ടിക്ക് പ്രവേശിക്കാനിടയായത്. അപ്പൊ ഞാൻ ഡ്യൂട്ടിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മക്കളെ വിളിക്കുമെന്ന് ഞാൻ വിളിച്ചില്ല. അപ്പം എന്റെ മക്കൾ 2 പേരും കൂടെ എന്നെ വിളിച്ചിട്ട്, എന്റെ മോനെന്ന് 3-4 വയസ്സേ ഉള്ളൂ, അവനോട് ചോദിച്ചു, മമ്മി എന്തിനാ വിഷമിക്കുന്നത്, ഞാനൊരു സ്വപ്നം കണ്ടു, യേശു അപ്പച്ചൻ ഒരു പെട്ടിക്കകത്ത് പൈസ ഒരു റൂമിനകത്ത്, അവനന്ന് റൂം എന്നല്ല പറയുന്നത്, ഭൂമെന്നാ പറയുന്നത്, ഭൂമിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഭൂം അടഞ്ഞു കിടക്കുക. പപ്പ അത് ചെന്ന് തുറന്നാൽ അത് കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ തന്നെയല്ല മമ്മി, ഒരു ടിക്കറ്റ് അതിന്റെ കൂടെ ഉണ്ട്, പപ്പയ്ക്ക് നാട്ടിലേക്ക് പോയ ടിക്കറ്റ് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. ഞങ്ങള് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ 2 ഫ്രണ്ട്സ് എനിക്ക് ആവശ്യമുള്ള 10 ലക്ഷം രൂപയാ, ബാക്കി എല്ലാം ക്രമീകരിക്കപ്പെട്ടു. 2 പേരും 5 ലക്ഷം രൂപ തരാമെന്ന് ഞാൻ അവരോട് പറയുന്നതിന് മുമ്പ് എന്റെ കണ്ണൊക്കെ ഓർത്തിരിക്കുമ്പോ എന്താ വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമാ. അവർ 2 പേരും എനിക്ക് അതിനുള്ള പൈസ തന്നു. എന്റെ പ്രിയപ്പെട്ടവർ നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചില്ല, അവിടെ തന്നെ ചെന്ന് ആ കാര്യം ക്രമീകരിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം കൊണ്ട് 10 ലക്ഷം രൂപ തന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആ കാര്യം ക്രമീകരിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഹൗസ് വാമിംഗ് നടത്തണമല്ലോ, ഞങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികം ഒന്നുമില്ല പാസ്റ്ററെ. അപ്പൊ ഞാന് നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ലുലു പോയിട്ട് ഞാൻ എന്റെ അപ്പയോട്, എന്റെ ഉപ്പാപ്പനോട് ചോദിച്ചു, അപ്പാ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനിവിടെ സോസ്പാനൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് ലുലു വന്നേക്കുവാന്നുണ്ട്, വേറെ നീ ഇങ്ങി പോരെ, ഇവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പ എനിക്ക് എന്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ചെന്നപ്പോ മമ്മി തന്നൊരു സോഫായും ഈ അടുക്കള കാണാൻ വന്നപ്പോ ഒരു അലമാരിയും അല്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, അപ്പോ ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നീ ഇങ്ങി വാ എന്ന് പറഞ്ഞു. പാസ്റ്ററെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് സഹോദരങ്ങൾ 11, ഞങ്ങൾ 11 മക്കളാ, 10 സഹോദരങ്ങളാണെന്ന്. എന്റെ ആ വീട്ടിൽ 3 മുറിയാണുള്ളത്, ഒരു ചെറിയ തിണ്ണയും സിറ്റ് ഔട്ടും ആയിട്ടുള്ളൊരു വീടാ. അപ്പോ ഒരു ഡൈനിങ് ഹാളും ഉണ്ട്. അപ്പോ എന്റെ സഹോദരങ്ങൾ 10 പേരും കൂടി, എന്റെ അനിയത്തി എനിക്ക് ഡൈനിങ് ടേബിൾ, എന്റെ സഹോദരന്മാർ 3 പേരും കൂടി 3 കട്ടില്, ദീവാൻ കോട്ട്, കസേര, ഫാന്, അടുക്കളയിൽ. ഞാൻ സത്യം പറയാലോ മാസ്റ്റർ, ആ വീട് വാങ്ങിച്ചെന്നല്ലാതെ ഒരു സ്പൂണ് പോലും ഞങ്ങള് കാശ് കൊടുത്ത് വാങ്ങിച്ചില്ല. അതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും എന്റെ സഹോദരങ്ങള് തന്നു. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒന്നുമില്ലായ്മയുടെ നടുവിലും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവ സാന്നിധ്യം എന്റെ ഭവനത്തിൽ വെളിപ്പെടുവാനിടയിൽ 2 ട്രക്ക് വന്ന് നിന്നപ്പോ ആൾക്കാർ ചോദിച്ചു, ഇവർക്ക് ഇത്രയും കാശുണ്ടോ, ഇവർ ഇത്രയും സാധനങ്ങൾ ഇവർ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അതിനകത്ത് 1 രൂപ പോലും മുടക്കിയിട്ടില്ല. അതിനകത്ത് ചെന്നാൽ വടശ്ശേരിക്കരയാണ് ആ വീട്, ആ വീടിനകത്ത് സകല സാധനങ്ങളും ഉണ്ട്. ഒന്നുപോലും ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചു ഒന്നുമില്ല പാസ്റ്ററെ. അത് മുഴുവൻ എന്റെ സഹോദരങ്ങൾ നിറച്ചു. ഞാൻ ചില സമയത്ത് ഞാൻ പറയാം, എന്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അത് പറയുവാൻ ദൈവം എന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അവര് എനിക്ക് വേണ്ടി കരുതിയതിനപ്പുറമായി എന്നെ ശ്രേഷ്ഠകരമായിട്ട് പരിപാലിക്കുന്ന ഒരു അപ്പനെ ഞാൻ ഇന്ന് വിളിച്ചു പറയുമ്പോ, എന്റെ അപ്പന്റെ ഒരു നന്മയ്ക്കും കുറവില്ല. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സകല നന്മകളാലും നിറയ്ക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. അതിനിടയിൽ വിട്ടുപോയി എന്താ പറയാ, പറയുന്നതിന്റെ കൂട്ടത്തിൽ വേറെ സൗദിയിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സഹായം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മാസം കിട്ടിയ ശമ്പളം മുഴുവൻ എനിക്ക് ടാക്സി കൂലി മുടക്കി അദ്ദേഹത്തിന്റെ പൈസ ഒന്നും ഇല്ലാതായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ വീടെടുത്തു. വീട് വന്ന് കണ്ടു. അപ്പൊ ആരുടെ വീടാണ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇതുപോലെ ഞാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ചായ കൊടുക്കണമല്ലോ, നമ്മൾ ചായക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി. അപ്പൊ ഒരു വെള്ളിയാഴ്ചയാണ്, ആരാധന കഴിഞ്ഞിട്ട്
വരുന്ന സമയത്ത് ഞാനിങ്ങനെ അപ്പൊ അന്ന് ദേവദാസൻ പ്രസംഗിക്കും, നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്നുള്ള അനുഭവങ്ങളും നന്മകളും ഒക്കെ തരുന്നുള്ള ആ ഒരു വാക്യത്തെ വെച്ചിട്ടാണ് കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചത്. ഞാൻ ഇത് അതേപോലെ അങ്ങ് ഏറ്റെടുത്തു. കർത്താവെ, ആമേൻ, അങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം എനിക്ക് തരണം, കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിലെ വെള്ളവും എനിക്ക് തരണം. ആമേൻ. അന്ന് വൈകിട്ട് ദൈവസഭയായിട്ട് വന്നിട്ട് ഈ വീട്ടിലേക്ക് ഞങ്ങളെ പ്രാർത്ഥിച്ച് കയറ്റാനായിട്ട് വന്ന പാസ്റ്ററെ കേൾക്കണമോ? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഒരു ഒരു ചായപാത്രവും ഒരു കിറ്റ്, ഒരു ബോട്ടിൽ തേയിലപ്പൊടിയും പഞ്ചസാരയും കുറച്ച് ഗ്ലാസും വെള്ളവും, ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. കാരണം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ദേവദാസന്മാർക്ക് ഒരു ചായ ഇട്ട് കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ റേച്ചാൻ പറഞ്ഞു ഗ്യാസ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അവന് ഞങ്ങൾ അവിടെ വരുമ്പോ പാസ്റ്ററെ, ആമേ, സ്തോത്രം, ആരും വിശ്വസിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോ അവിടെ ഒരു ദേവദാസനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മൈലപ്രായിലുള്ള ഒരു ജോസ് പാസ്റ്റർ, അദ്ദേഹമാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഭവനത്തിൽ ആരാധന നടക്കുന്ന ഒരു ഭവനമായിരുന്നു. 3 മാസത്തേക്ക് ഞങ്ങൾ കടുക് പോലും വാങ്ങിച്ചില്ല. എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കേണ്ട സകല സാധനങ്ങളും, എന്ന് വെച്ചാൽ ഒരു ഫാമിലിക്ക് ഫ്രിഡ്ജ് വേണം, വാഷിംഗ് മെഷീൻ വേണം, കട്ടില് വേണം, മേശ വേണം, കസേര വേണം, കിടക്കാനുള്ള ബ്ലാങ്കറ്റ്, പായ, മെത്ത, എല്ലാ സാധനങ്ങളും വേണം. മാത്രമല്ല ആരാധനാലയം അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം, കടുക്, ഉപ്പ്. ഇനി സൗദി അറേബ്യയിൽ ആരുടെയും വീട്ടിൽ ചിരവയോ മുറവോ ഒന്നുമില്ല, പക്ഷെ അതും എന്റെ വീട്ടിലുണ്ട്. ചിരവ, നാട്ടിലെ പോലത്തെ ചിരവ സഹിതം എല്ലാ സാധനങ്ങളും. വെച്ചാൽ ഇടിയപ്പത്തിന്റെ പാത്രം, പാലപ്പത്തിന്റെ പാത്രം, ഇഡലി പാത്രം, ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അന്ന് അറിയത്തില്ലായിരുന്നെങ്കിൽ തന്നെ ഈ എല്ലാ സാമഗ്രികളും കൂടി 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഉപ്പ് പോലും ആ വീട്ടിൽ വില കൊടുത്ത് വാങ്ങിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സാമ്പത്തികം അറിയാവുന്ന ദൈവം, ഞങ്ങളുടെ അനുഭവം അറിയാവുന്ന ദൈവം, ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ കരുതി അവിടെ വെച്ചിരുന്ന ആ ദേവദാസൻ അവിടെ സാധനം വാങ്ങിച്ചു. ഒരു പക്ഷെ ആ ദേവദാസൻ ആ സഭയിലുള്ള അംഗങ്ങൾക്ക് വേണേൽ കൊടുക്കാമായിരുന്നു എടുത്ത്. അതൊന്നും ചെയ്യാതെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്നുള്ള വെള്ളം കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ അത് അന്ന് ഇസ്രായേൽ മക്കൾ സംഭവിച്ചു, ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുള്ള ഉദാഹരണമാണ് ടിജി കോശി. ഞാൻ എന്റെ അപ്പനെ പ്രസ്താവിക്കുമ്പോ വെറുതെ എന്തായാലും പാഴ്വാക്കുകൾ പറയല, അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരോടൊക്കെ പറയുവാനുള്ളത്, ആമേൻ, സ്തോത്രം. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്തൊരു ദൈവം, കർത്താവിന്റെ വിളിയെ കേട്ട് ഇറങ്ങി തിരിച്ചാൽ അവൻ ഒരു നന്മയും മുടക്കത്തില്ല എന്ന്, ആമേൻ, സ്തോത്രം, ജീവനൊരു സാക്ഷ്യമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ദൈവം ഞങ്ങളെ ശ്രേഷ്ഠകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. ഇതെല്ലാം ഞാൻ സാക്ഷ്യമായിട്ട് പറയുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വത്തിന് മാത്രമായിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് 1% പോലും എനിക്ക് എന്തെങ്കിലും കഴിവെന്നോ എന്റെ എന്തെങ്കിലും മിടുക്കൊണ്ടോ സംഭവിച്ചോന്നോ എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. കാരണം ഞാൻ ബിഗ് സീറോയാണ്, എല്ലാ രീതിയിലും ഞാൻ സീറോ ആണ്. പക്ഷെ ആ സീറോനായിരിക്കും എന്നെ ഞാൻ, ആമേൻ, സ്തോത്രം, ആ വിശ്വാസ ജീവിതത്തിലേക്ക് എന്നെ കർത്താവ് കൊണ്ടുവന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ കഷ്ടതയൊന്നും അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ആ ഓരോ അനുഭവത്തിലൂടെ എന്നെ കടത്തിവിട്ട് എന്നെ മോൾഡ് ചെയ്ത് എന്നെ കൊണ്ടുവന്ന്, ആമേൻ, സ്തോത്രം, കർത്താവല്ലാതെ അവൻ ആരും എനിക്കില്ല, വേറെ എവിടെയും എനിക്ക് ആശ്രയിപ്പാനില്ലെന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഇപ്പോ അവൻ സ്തോത്രം, ഹല്ലേലൂയ, പെൻസില് വേണം എന്നുണ്ടെങ്കിലും കർത്താവിനോട് അനുവാദം ചോദിക്കാതെ ചെയ്യാതിരിക്കാൻ തക്കവണ്ണമുള്ള ആഴത്തുള്ള ബന്ധത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞാനിത് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ഞങ്ങളെ നടത്തുന്നു. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കർത്താവ് ശ്രേഷ്ഠകരമായി നടത്തുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഹഗായി ഇപ്പോൾ 11ാം ക്ലാസ്സിലാണ്. അടുത്തൊരു വർഷം കൂടെ അവൻ ഇവിടെ പഠിക്കണം. അതിനുശേഷം ഞങ്ങൾ ദൈവം അനുവദിച്ചാൽ നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം ആ വിഷയത്തിൽ വെളിപ്പെടട്ടെ. എവിടെ ആയിരുന്നാലും കർത്താവ് ഞങ്ങളെ
നടത്തുവാൻ വിശ്വസ്തനാണ്. അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ആമേൻ സ്തോത്രം. ശ്രേഷ്ഠകരമായിട്ട് നടത്തും. ഞങ്ങള് ദൈവസഭയായിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ഈ ദിവസങ്ങളായിരിക്കും. ഞങ്ങൾ ആരും തന്നെ, ഞങ്ങളുടെ സഭയിൽ ആരും ഭൗതിക നന്മകൾക്ക് വേണ്ടി ഉപവസിക്കുന്ന ആരുമില്ല. ഞങ്ങൾ എല്ലാവരും ആത്മീക ആമേൻ സ്തോത്രം ഹാലലിയ കാഴ്ചപ്പാടുകളോട് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുന്ന ഇടയിൽ വെച്ച് എന്റെ ജീവിതാനുഭവങ്ങളുടെ പാട്ട് എഴുതുവാനിടയായി. കഴിഞ്ഞ വെക്കേഷൻ പോയപ്പോൾ അത് റിലീസ് ചെയ്തു. കൂടാരമാം ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ള അനുഭവത്തിലൂടെ എഴുതുവാൻ കർത്താവ് കൃപ ചെയ്തു. ആ പാട്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഒരുപാട് പേര് അത് ഏറ്റെടുത്ത് പാടുന്നു എന്നറിയുന്നതിൽ ഞാൻ പലപ്പോഴും സന്തോഷിക്കാറുണ്ട്. അതിനിടയിൽ വെച്ച് എൻ്റെ യേശു സത്യദൈവമാണ് എന്ന്, എൻ്റെ വിമോചനം എന്ന് പറയുന്ന ഒരു ചെറിയ ബുക്ക് എഴുതുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അത് അനേക കോളേജുകളിലും സ്കൂളിലും ഒക്കെ കൊടുക്കുവാനും അത് വാങ്ങിച്ചിട്ട് പിന്നെയും അതിന്റെ കോപ്പി ഒക്കെ ചോദിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യേശു ആരാണെന്ന് മാത്രം, അതിനപ്പുറമായിട്ട് ഞാൻ അറിഞ്ഞ യേശു ക്രിസ്തുവിനെ ഞാൻ അവിടെ ആമേസ്തോത്രം എഴുതുവാനായിട്ട് കർത്താവിന് കൃപ ചെയ്തു. ആമേസ്തോത്രം. എൻ്റെ ജീവിതത്തിന് ഒറ്റപ്പെടൽ, എൻ്റെ ജീവിതത്തിലെ നിരാശയുടെ നടുവില് എന്നെ നടത്തിയ ദൈവം ആരാണെന്ന് പറയുവാനായിട്ട് ആ ബുക്കിലൂടെ കർത്താവിനെ കൃപ ചെയ്തു. വീണ്ടും അങ്ങനെ പല കാര്യങ്ങൾ കർത്താവ് ആമേൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേസ്തോത്രം. സകല മഹത്വവും കർത്താവിനായിട്ട് മാത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൂടാരമാകും ഹോമഭവനം എന്നുള്ള പാട്ട് എഴുതി അതിന്റെ ഒരു 4 വരി ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും. കൂടാരമാകും ഭൗമഭവനം അഴിഞ്ഞു പോയിടിലും കൈപ്പണിയല്ലാത്ത നിത്യമാം ഭവനം ഒരുക്കുന്നൻ പ്രിയനെനിക്കായി. വാഴുമേ ഞാൻ പ്രിയ ആരാധിക്കും, പാടി സ്തുതിക്കും രാജാധിരാജാവിനെ. താമസമില്ല തിരുസഭയെ കഷ്ടത തീരാറാ. വിശുദ്ധിയോടെ കർത്താവിൽ മുന്നേറാം. വാഗ്ദത്ത കിരീടം പ്രാപിക്കാൻ താമസമില്ല തിരുസഭയെ കഷ്ടത തീരാറാ. വിശുദ്ധിയോടെ കർത്താവിൽ മുന്നേറാം. വാഗ്ദത്ത കിരീടം പ്രാപിക്കാം. വാഴുമേ ഞാൻ കാലം. ആരാധിക്കും, പാടി സ്തുതിക്കും രാജാധിരാജാവിനെ. ആമേൻ, ആമേൻ. വളരെ മനോഹരമായ വരികൾ, നല്ല ഭംഗിയായിട്ട് പാടാൻ കർത്താവ് പ്രിയ സിസ്റ്ററിനെ സഹായിച്ചു. അതിന് കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടെസ്റ്റ് ഇല്ലാതെ ടെസ്റ്റ് മണി ഇല്ല. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലൂടെ ചെറുപ്രായം മുതൽ കടന്നുപോയ ജീവിതത്തിലെ ഓർമ്മകൾ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങൾ, ഒരു വഴിക്ക് നോക്കുമ്പോൾ വലിയ നഷ്ടങ്ങൾ. പിതാവ്, മാതാവ്, സഹോദരൻ, ഉറ്റവരായ പല സാഹചര്യങ്ങൾ, പ്രിയപ്പെട്ടവർ കൈവിടപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും മാറി നിന്നപ്പോൾ കൈവിടാത്ത ഒരു നല്ല പിതാവായി, മാതാവായി, സഹോദരനായി, ഉറ്റവരേക്കാൾ ഏറ്റവും അധികമായി അടുത്തിരുന്ന് വഴി നടത്തിയ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ആ നാളുകൾ, ഒരു വശത്ത് വലിയ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ ജീവിതത്തിൽ നേരിട്ടപ്പോൾ മറുവശത്ത് ആർക്കും ലഭിക്കാത്ത വിധത്തിൽ ഉള്ള നിയമങ്ങൾ, രാഷ്ട്രത്തിന്റെ നിയമം തിരുത്തി എഴുതി ദൂതനെ ദൈവം ഇറക്കി ഒരു വിഷയത്തിന്റെ നടുവില് അത്ഭുതം പ്രവർത്തിച്ചു. എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ അത്ഭുതങ്ങൾ, അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര എന്ന് വേണം പറയാൻ. ജീവിതത്തില് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയതായ അത്ഭുതത്തിന്റെ വഴികൾ. അപ്പോൾ നഷ്ടപ്പെട്ട ആ ഒരു
പ്രിയപ്പെട്ടവരുടെ, സഹോദരങ്ങളുടെ, മാതാപിതാക്കന്മാരുടെ ആ സ്ഥാനം മറ്റൊന്നും കൊണ്ട് നികത്താൻ കഴിയത്തില്ല എങ്കിലും അതിനേക്കാൾ അധികമായി കൂടെ ഇരുന്ന് കരം പിടിച്ച് വഴി നടത്തിയ കർത്താവിലേക്ക് നോക്കുമ്പോൾ നഷ്ടങ്ങളെല്ലാം ലാഭമായി. സ്തോത്രം. ആ കർത്താവിനെ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ജീവിതത്തിൽ തീർച്ചയായിട്ടും ആ നടത്തിയതായ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ നന്ദിയോടെ, കണ്ണുനീരോടെ കർത്താവിന് വേണ്ടി പറയപ്പെട്ടതായ വാക്കുകൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അരോമ ടിവിയിലെ പ്രേക്ഷകരായ ധാരാളം ആളുകൾക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും ഉറപ്പും പകരുവാൻ ഇടയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അരോമ ടിവിയിലെ ഓരോ ശ്രോതാക്കളും നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസത്തെ, നിങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ, നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ പണിയുവാൻ പര്യാപ്തമായ വാക്കുകൾ കർത്താവിന്റെ ദാസിയിലൂടെ ദൈവം കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ദൈവസന്നിധിയിൽ കേട്ട ആ സാക്ഷ്യവചനത്തിന്റെ മുൻപാകെ കർത്താവ് എൻ്റെ ജീവിതത്തിലും അങ്ങ് പ്രവർത്തിക്കണമേ. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഗൾഫിന്റെ ഏതെങ്കിലും രാജ്യത്തായിരിക്കാം, മറ്റേതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോണിലായിരിക്കാം, ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ ഏതെങ്കിലും ഒരു കോണിലായിരിക്കാം. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, ഉറ്റവർ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിൽ നിങ്ങൾ ഒരുപക്ഷെങ്കിലായിരിക്കാം. തകർച്ചയുടെയും സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെയും രോഗക്കെടുതിയുടെയും ഒക്കെ മധ്യത്തിലായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഇനി എനിക്ക് ജീവിക്കേണ്ട, മതി, എല്ലാവരും എന്നെ കൈവിട്ടു, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമയായി, അല്ലെങ്കിൽ കുടുംബജീവിതം തകർന്നവരായി, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരായി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഇതൊന്നും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമല്ല. നിങ്ങളെടുത്ത തീരുമാനങ്ങളെല്ലാം 100% തെറ്റാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ സർവശക്തനാണെന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുവാൻ തയ്യാറാകുമെങ്കിൽ യേശു നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ അടുക്കലുണ്ട്. യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. യേശു നിങ്ങളോട് സംസാരിക്കുന്നു. മകനെ, മകളെ എന്ന് സാന്ത്വനത്തിന്റെ വാക്കുമായി യേശു നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ പ്രശ്നം എത്ര സങ്കീർണമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ യേശുവിനെ പ്രവർത്തിക്കുവാൻ നിങ്ങൾ അവസരം കൊടുക്കൂ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ജീവനുള്ളതാക്കും, സന്തോഷമാക്കും. നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ വിലാപം മാറും. ദൈവം അതിന് സമാധാനത്തെ പകരുവാൻ വേണ്ടി. യേശുവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളടയ്ക്ക് പ്രാർത്ഥിക്കും. അതല്ല, നിങ്ങളൊരു ദൈവവേദലാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകൾ ധാരാളമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അല്പസമയത്തേക്ക് സഹിക്കൂ. സഹിപ്പാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് തരും. അതിനേക്കാൾ ശ്രേഷ്ഠമായി ഒരു സന്തോഷം നിങ്ങൾക്ക് മുൻപിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ പ്രാപിക്കൂ എന്നുള്ള വലിയ വിശ്വാസത്തോടെ ധൈര്യമായിട്ട് മുന്നോട്ട് ഓടൂ. കർത്താവ് നിങ്ങളെ സഹായിക്കും. കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, എന്നെ സഹായിക്കണമേ. യേശു എന്നോട് സംസാരിക്കണമേ. യേശു എന്നെ സൗഖ്യമാക്കണമേ. യേശു എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ പ്രശ്നത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് സമ്പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളെ ഫലമേൽപ്പിച്ചാട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസി ടി.ജി. കോശി ഒരു വാക്കിൽ ഈ സമയം ആമേൻ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഇപ്രകാരം ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായി സ്തുതിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. ഇതും അങ്ങയുടെ പദ്ധതിയിലുള്ളവരായിരുന്നാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരെല്ലാം
എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ സാക്ഷ്യം കേട്ട് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കർത്താവെ, നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നവർ, വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്നവർ, ഭാരത്തിലൂടെ കടന്നു പോകുന്നവർ, കർത്താവെ, എല്ലാവർക്കും ആശ്രയമായ, ആശ്വാസമായ, സമാധാന പ്രഭുവായ അങ്ങ്, ആമേൻ, സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടല്ലോ. ആ ദൈവസ്നേഹം, ആ സമാധാനം, കർത്താവെ, ആമേൻ, ഹല്ലേലൂയ, നിരാശയിലൂടെ കടന്നു പോകുന്നവരുടെയിലേക്ക് കടന്നു ചെല്ലേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തികഞ്ഞ സ്നേഹം ദൈവമേ ഭയത്തെ പുറത്താക്കുന്നുവെന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിലൂടെ വായിക്കുന്നത് പോലെ ആ ദൈവസ്നേഹത്തിന് ആഴം തിരിച്ചറിയുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ. ദൈവിക സമാധാനം ഓരോ കുടുംബങ്ങളിലും ചെന്നെത്തുവാൻ ദൈവം ഇടയാക്കണമേ. നിത്യതയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണം. ഓരോ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി അപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി ടി.ജി. കോശി. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന്, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസിയോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസിയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം ധാരാളമായി മാനിക്കട്ടെ, ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സാക്ഷ്യം ശ്രോതാക്കൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷകരമായി തീർന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വീണ്ടും കാണുമ്പോഴേയും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.